അനുഗ്രഹീതമായ നല്ല നിമിഷത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പിന്നെയും കർത്താവിന്റെ സന്നിധിയിൽ അടുത്ത് വരുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം നൽകിയ ഭാഗ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ വചനദീപ്തിയിലെ സാക്ഷി കൂടാരം എന്ന പ്രോഗ്രാം വളരെ അനുഗ്രഹീതമായ നിലയിൽ കർത്താവ് അതിനെ നടത്തിക്കൊണ്ടുവരുന്നു. കൃപയാലെ അനേക ദൈവദാസന്മാര്, സഹോദരിമാര് തങ്ങളുടെ അനുഭവ സാക്ഷ്യങ്ങൾ ഇതിൽ പങ്കിടുന്നു. ഈ എളിയ പ്രവർത്തനത്തെ തുച്ഛീകരിക്കാത്ത ദൈവം അനേകരിലേക്ക് ഈ അനുഗ്രഹീതമായ സാക്ഷ്യങ്ങൾ എത്തി അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറുന്നത് കാണുവാൻ ഇടയാകുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് നടുവിൽ ബ്രദർ രാധാകൃഷ്ണൻ തന്റെ അനുഭവ സാക്ഷ്യവുമായിട്ട് കടന്നു വന്നിട്ടുണ്ട്. ധാരാളം അനുഭവങ്ങൾ തന്റെ ജീവിതത്തിൽ തനിക്ക് പറയുവാനുണ്ട്. കർത്താവിന്റെ ദാസൻ ഒരു അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവിന് വേണ്ടി ശോഭിക്കുന്ന ഒരു ദൈവപൈതലാണ്. കർത്താവിനാൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട നാൾ മുതൽ ഇന്ന് വരെയും കർത്തനാമത്തിന് വേണ്ടി വിശ്വസ്തനായിട്ട് നിൽക്കുന്ന ഒരു ദൈവ പൈതലാണ്. അതുകൊണ്ട് നമുക്ക് ഇന്ന് അഭിമാനപൂർവ്വം ഈ വചന ദീപ്തിയിലെ നമ്മുടെ സാക്ഷി കൂടാരത്തിലേക്ക് കർത്താവിന്റെ ദാസനെ ഞാൻ ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു. തന്റെ സാക്ഷ്യത്തിന് സമയങ്ങൾ വേർതിരിക്കുന്നു. ഇതിൽ ഞങ്ങൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് കർത്താവിന്റെ ദാസന് സാക്ഷ്യം കേൾക്കുവാനായിട്ട് വളരെ ഉത്സാഹിതരായിരിക്കുകയാണ്. കൃപയാൽ ദൈവം ഇങ്ങനെ ഒരു അവസരം ഒരുക്കി താന്റെ ദാസനെ താൻ തന്നെ ഒന്ന് പരിചയപ്പെടുത്തി നമുക്ക് അനുഗ്രഹീതമായ നിലയിൽ ഇന്നത്തെ സാക്ഷ്യം കൂടാരത്തിലെ പ്രോഗ്രാം ചെയ്തെടുക്കാൻ കർത്താവ് ഇടയാക്കട്ടെ. മാത്രമല്ല, ഈ സാക്ഷ്യങ്ങൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേൾക്കുമ്പോൾ അനേകരിലേക്ക് നിങ്ങൾ എത്തിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. നമ്മുടെ വചനദീപ്തി നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇത് പ്രോത്സാഹിപ്പിക്കാൻ മറന്നു പോകരുത് എന്നും കർത്തനാമത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ശരി, കർത്താവിന്റെ ദാസനെ ക്ഷണിക്കുന്നു. ഓക്കെ, ഗോഡ് ബ്ലസ് യു. കടന്നു വന്നാട്ടെ, സാക്ഷ്യങ്ങൾ പറഞ്ഞാട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചിട്ട്, കർത്താവെ, അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തനെ അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ നാമത്തിന് വേണ്ടി തന്നെ ലാഭോളം ദൈവനാമ മഹിമയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുന്നല്ലോ കർത്താവെ. പിന്നെയും അവിടുത്തെ ദാസനെ ഉപയോഗിക്കണമേ കർത്താവെ. അനുഗ്രഹീതമായ നിലയിൽ സാക്ഷ്യങ്ങൾ പറയുവാൻ കർത്താവിന്റെ ദാസനെ ഉപയോഗിച്ചാട്ടെ. ഭൂമിയും ഭൂമണ്ഡലവും അതിലെ നിവാസികളും യഹോവയ്ക്കുള്ളതാകയാൽ കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനു വേണ്ടി അനേകരിലേക്ക് ഈ സാക്ഷ്യം എത്തപ്പെടണം. അനേകരുടെ മാനസാന്തരത്തിനും വിടുതലിനും കാരണമാക്കി തീർക്കണം കർത്താവെ. ഞങ്ങളുടെ നെറ്റ്വർക്കും ഞങ്ങളുടെ സിസ്റ്റം ഒക്കെ അനുഗ്രഹമായി കർത്താവ് യാതൊരു പ്രയാസവും കൂടാതെ ആയിരിക്കാൻ കർത്താവ് സഹായിക്കണം. അതിനായിട്ട് സമർപ്പിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. അതെ, കർത്താസിനെ ദൈവനാമം മാത്രം ഉറങ്ങട്ടെ. അനുഭവപ്പെട്ട ഈ പകൽക്കാലം പ്രിയപ്പെട്ട പ്രിയ സഹോദരിയോടും ഇത് കാണുന്ന എല്ലാ ദൈവമക്കളോടും മറ്റെല്ലാ പേഷകളോടും ദൈവനാമത്തിലുള്ള വന്ദനം ആദ്യം അറിയിക്കുന്നു. എൻ്റെ പേര് രാധാകൃഷ്ണൻ പി ഡി എന്നാണ്. ഞാൻ 21 വർഷക്കാലമായി ദൈവത്തിൻ്റെ വേലയുമായി അനേകങ്ങളിൽ നടക്കുന്നു. എൻ്റെ സ്വന്തം നാട് കോന്നി എലിമുള്ള എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ദൈവത്തിൻ്റെ പ്രകാരം ദൈവം വിളിച്ച നാളുകൾ ഈ കോട്ടയം കുറിച്ചി പ്രദേശത്ത് കടന്നു വന്ന് ദൈവത്തിന് വേല ചെയ്യുവാൻ ഈ നിമിഷം വരെയും എൻ്റെ ദൈവമായ കർത്താവ് സഹായിച്ചു. ആ ദൈവത്തിൻ്റെ വലിയ കരുണയോട് ദൈവത്തിനോട് സ്തുതിക്കുകയാണ്, വാഴ്ത്തുകയാണ്, സ്വാഗതം. എല്ലാവർക്കും ദൈവനാമത്തിലെ വന്ദനം ആദ്യം അറിയിച്ചുകൊണ്ട് സാക്ഷ്യത്തിൽ കടക്കുന്നു. എൻ്റെ കൂട്ടുദാസിയുടെ പേര് ഗീത പി ഡി എന്നാണ്. ഇത് അപ്പോൾ ഡൽഹിയിലെ ഓൾ ഇന്ത്യ നേഴ്സായിരുന്നു. ഇപ്പോൾ ജോലിയൊന്നുമില്ല, ശുശ്രൂഷയിലൊക്കെ നടക്കുന്നു. 2 മക്കളാണ്. മൂത്ത മകള് BSc നേഴ്സാണ്. അവൾ പൂനെ ജോലി ചെയ്യായിരുന്നു. ഈ ജൂൺ 3-ാം തീയതിയുടെ വിവാഹം കഴിഞ്ഞു. തൃശ്ശൂർ എന്ന സ്ഥലത്താണ് വിവാഹം ചെയ്ത് അയച്ചു വിട്ടിരിക്കുന്നത്. അവൾ വരുന്ന ദിവസങ്ങളിൽ വെളിയിൽ കടന്നിറങ്ങി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം പോലെ നടക്കുവാൻ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. എൻ്റെ മകൻ റിലയൻസ് ട്രെൻഡ്സിലെ ഫോർമാനായിട്ട് ജോലി ചെയ്യുന്നു. ദേശത്ത് ദൈവം കൊണ്ടുവന്ന് ഈ നിമിഷം വരെയും ദൈവപക്ഷമായി കർത്താവ് നടത്തിയത് മാത്രമല്ല, ഒന്നും പറയാനില്ല. ദൈവദിനത്തിൽ ഇങ്ങനെ പറയുന്നു, അവങ്കിലേക്ക് നോക്കിയ പ്രകാശരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടുമില്ല. ആ ദൈവവചനം ഇന്നും ഈ നിമിഷം വരെയും ദൈവപക്ഷം വഴി നടത്തുകയാണ്. എൻ്റെ വീട് കോന്നിയിൽ ഞാൻ പറഞ്ഞല്ലോ,
കോന്നിൽ പ്രദേശത്ത് ഒരു വലിയ ഉൾവനത്തിന്റെ പ്രദേശത്താണ് ഞങ്ങൾ ജനിച്ചു വളർന്നത്. വഴിയോ റോഡോ ഒന്നുമില്ലാത്ത ഒരു സാഹചര്യങ്ങളിൽ എൻ്റെ അപ്പൻ പണ്ട് അവിടെ കടന്നുപോയി. വനമായിരുന്നു, വെട്ടിത്തെളിച്ച് അവിടെ താമസിക്കാനായി 1, 2, 5, 6 കുടുംബങ്ങളൊക്കെ, പല കുടുംബങ്ങളും, പല ജാതിയിൽപ്പെട്ട പല കുടുംബങ്ങളുമായി 6 കുടുംബങ്ങൾ കടന്നുപോയി വനം വെട്ടിത്തെളിച്ച് അവിടെ പാർപ്പാനൊക്കെ ഇടയായി. അവർ താമസമൊക്കെ ഏറുമാടത്തിലായിരുന്നു. ആൻ്റെ ശല്യം കണ്ടുപോകാനുണ്ടായിരുന്നു. ഇന്ന് എന്നാൽ ആ ഭാഗത്ത് വളരെ ടൗണിൽ വന്ന് വളരെ വലിയൊരു സ്ഥലമായി മാറ്റി. സർവീസുകളും കാർ സർവീസുകളും ബസ്സും എല്ലാ വാഹനങ്ങളും കടന്നു വന്ന വലിയൊരു പാതയായി മാറി. അവിടെയാണ് ഞങ്ങൾ ജനിച്ചു വളർന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ, ജാതീയ പാരമ്പര്യത്തിൽ നിൽക്കുമ്പോൾ ഈ ഒരു ദൈവം ഉണ്ടെന്ന് ഞങ്ങൾ അറിയത്തില്ലായിരുന്നെങ്കിലും എൻ്റെ അപ്പൻ അവിടെ കാടൊക്കെ വിട്ട് തെളിച്ച് അവിടെ വീട് താമസിക്കുമ്പോൾ സെന്റിമീറ്ററൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കഴിഞ്ഞു പോകുന്ന കാലം, പിന്നെ പ്രതാപത്തിന്റെ കാലം. അങ്ങനെ ഞങ്ങളൊക്കെ അവിടെ ജനിച്ചു വളർന്നു. ഞങ്ങൾ 4 ആണും 1 പെണ്ണുമാണ്. എൻ്റെ സഹോദരങ്ങൾ 3 പേരുണ്ട്. എൻ്റെ ഏറ്റവും ഉള്ളതാണ് സഹോദരി, അവിടെ ഒരു ശോഭന എന്നാണ്. മൂത്ത ജ്യേഷ്ഠൻ ഇന്ത്യൻ എയർഫോഴ്സിലെ ജോലിയായിട്ട് അദ്ദേഹം കടന്നുപോയി. അദ്ദേഹം കഴിഞ്ഞ് 2 വർഷം മുമ്പ് ഈ ലോകത്ത് മാറ്റപ്പെട്ടു. കുടുംബമായ കുഞ്ഞുങ്ങളും വലിയ പ്രദേശത്താണ്. രണ്ടാമുള്ളത് എൻ്റെ ജ്യേഷ്ഠനാണ്. അദ്ദേഹം പോസ്റ്റ് ഓഫീസിൽ ഓവർസിയർ ജോലി ചെയ്തു. അദ്ദേഹം ഇപ്പോൾ പെൻഷനായി. മൂന്നാമത്തെ അനിയൻ രാജസ്ഥാനിലെ എയർപോർട്ട് സ്റ്റേഷനിൽ ഇതുപോലെ ക്യാൻറ്റീനൊക്കെ നടത്തി ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്നു. 4ാമത് ഞാനാണ്. അതിനുശേഷം എൻ്റെ സഹോദരി ഉണ്ട്. ഇങ്ങനെ ഞങ്ങൾ ആ വനം പ്രദേശത്ത് ഇങ്ങനെ താമസം ചെയ്യും. ഞങ്ങൾക്കന്ന് സ്കൂളോ പഠിക്കാനോ പള്ളിക്കൂടോ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ കാലക്രമേണ ഞങ്ങളുടെ ഭാഗ്യം എന്ന് പറയട്ടെ, അവിടെ ചെറിയൊരു ഗ്രാമം പോലൊക്കെ ആയി അനേക ആൾക്കാരും താമസിക്കാൻ തുടങ്ങി. അവിടെ ഒരു ചെറിയ സ്കൂള് ആരംഭിക്കാൻ അവിടെ ഒരു വലിയ വ്യക്തി ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ കടന്നു വന്ന ഈ കൂട്ടത്തിൽ ഇപ്പോൾ 2ാമത് കടന്നു ജീവിക്കാൻ കടന്ന ഒരാളാണ്, കുടുംബമാണ്. അദ്ദേഹം വലിയൊരു നല്ല മനുഷ്യൻ. അദ്ദേഹം പരിശ്രമിച്ച് ഒരു ചെറിയ സ്കൂളൊക്കെ അവിടെ ഉണ്ടാക്കി ഞങ്ങളൊക്കെ അവിടെ പഠിക്കുവാനും ഒക്കെ ഇടയായി. എന്നാൽ ഇന്ന് അവിടെ എഞ്ചിനീയറിംഗ് കോളേജും MBAയും സകല വിധമായി പഠിക്കുവാൻ എങ്ങും പോകേണ്ട കാര്യമില്ല. ഞങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞ് അങ്ങോട്ട് പഠിച്ചത് കോന്നി വരെ നടക്കണം, 10 കിലോമീറ്ററാണ്. ഇങ്ങോട്ട് 10 കിലോമീറ്റർ നടന്ന് ഞങ്ങൾ കോന്നി പോയി പഠിച്ച സന്ദർഭമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നതൊന്നും വേണ്ട. കുഞ്ഞുങ്ങളൊക്കെ ദൈവത്തിന് കൃപയാൽ അനുഗ്രഹിക്കപ്പെട്ട് അവിടെ തന്നെ പഠിക്കുന്നു. എൻ്റെ അച്ഛൻ അങ്ങനെ വനമൊക്കെ അങ്ങോട്ട് തെളിച്ചിട്ട് പല ഇടങ്ങളിലായി 10-30 ഏക്കർ വസ്തുവൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആദ്യമായി കോന്നി പ്രദേശത്ത് ഒരു ഷാപ്പ് എൻ്റെ അപ്പൻ ലേലം വിളിച്ചെടുക്കാനിടയായി. അന്ന് കോന്നി പട്ടണമൊന്നുമല്ല, 4-5 കടകളെ ഉള്ളൂ, 1-2 ജീപ്പുകളെ ഉള്ളൂ. കൂടാതെ അല്ല ജീപ്പ് സർവീസ് ഉള്ളൂ ഞങ്ങളുടെ ബസ് സർവീസോ കാറോ ഒന്നും കടന്നു പോകത്തില്ലായിരുന്നു. അങ്ങനെ എൻ്റെ അപ്പൻ അവിടെ ഒരു ഷാപ്പ് വിളിച്ചു. അത് 2ആയി, 3ആയി, 5ആയി, 8 ഷാപ്പ് വരെ ഞങ്ങൾക്ക് ആ ഏരിയ മൊത്തമായി. സ്ഥിതികൾ മാറി, സാഹചര്യം മാറി, എല്ലാം മാറി. അപ്പോൾ എൻ്റെ അപ്പൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 ഹിന്ദു കുടുംബങ്ങളും 3-4 ക്രിസ്ത്യൻ കുടുംബങ്ങളും. ഇപ്പൊ ഞാൻ ഹിന്ദു കുടുംബങ്ങളും ക്രിസ്ത്യൻ കുടുംബം പറഞ്ഞതിന്റെ കാര്യം ഒന്ന് അറിയാൻ വേണ്ടിയാ. അവർക്ക് അന്നും ഇന്നും ഞങ്ങൾക്ക് അങ്ങനെ ഒരു ജാതി ചിന്ത ഇല്ലാതെ ഇപ്പോഴും ഈ നിമിഷവും അവിടെ ജീവിച്ചു പോകുന്നു. പഴയ ആൾക്കാരാണ്. അവരുടെ മക്കളൊക്കെ അപ്പന്മാരൊക്കെ ചെല്ലും മരിച്ചുപോയി. എൻ്റെ അപ്പൻ 2002 മരിച്ചുപോയി. അങ്ങനെ നല്ല രീതിയിൽ സാമ്പത്തികമായും എല്ലാ രീതിയിലും ഒരു സാഹചര്യം ഞങ്ങൾ എത്തുവാനിടയായി. അങ്ങനെ എൻ്റെ അപ്പൻ ഹോട്ടല്, ചായക്കട, പിന്നെ ഷാപ്പുകള്, കാറ്, ജീപ്പ്, വാന്, അങ്ങനെ സകലവിധ സജ്ജീകരണവും കൂടി വലിയ പ്രതാപിയായി, പ്രമാണിയായി മാറി. ഞങ്ങളുടെ അണ്ടറിൽ അനേകം പണിക്കാരുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഷാപ്പൊക്കെ ഞങ്ങളിപ്പോൾ 8ാം ക്ലാസ്സൊക്കെ ഞാൻ പഠനമൊക്കെ 8ാം ക്ലാസ്സിലായി. പഠനമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഭയങ്കരമായ ഒരു സാഹചര്യം ഞങ്ങൾ വലിയ പ്രതാപത്തിൽ ആയിത്തീർന്നു. ഞങ്ങളും ആ ഒരു സാഹചര്യം മാറി. ഞങ്ങൾക്ക് 5-6 പണിക്കാര്, ഞങ്ങൾക്ക് എസ്കോട്ട്, ഗുണ്ടായിസം, സകലവിധ പരിപാടികളുമായി കോന്നി പ്രദേശത്ത് അറിയപ്പെടുന്ന ഒരു കുടുംബമായി മാറി. അയത്തിൽ ദിവാകരൻ എന്ന് പറഞ്ഞാൽ അറിയാത്ത ആൾക്കാരില്ല. ഇപ്പോഴും പേരുണ്ട്, ഒന്നുമില്ല. എന്നാൽ ഇപ്പോൾ ഒന്നുമില്ല, സകലവും പട്ടുപോയി. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിന്നാൽ
ദൈവം വഴി നടത്താൻ ശക്തനാണ്. ഇന്ന് പകൽക്കാലം നമ്മൾ അനേക കാര്യങ്ങളുടെ സാക്ഷ്യം പറയുമ്പോഴും എന്റെ ചിന്തയിൽ ഒരു കാര്യം കടന്നു വരികയാണ്. ഈ ജാതീയ പാരമ്പര്യത്തിൽ നിന്ന് എന്നെ ഈ ദൈവം വിളിച്ച് വേർതിരിക്കാൻ കാരണം എന്താണ്? ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണെങ്കിലും ഇന്ന് വാക്കാലൊക്കെ തുടർന്ന് ഞാൻ പറയാം. ഹല്ലേലൂയ. ആ ഒരു പ്രതാപകാലത്താണ് എൻ്റെ അപ്പൻ ഇങ്ങനെ പ്രതാപത്തിലിരിക്കുന്ന സമയത്താണ് 2 പാനേന്മാരെ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അവരാണ് എല്ലാം നോക്കുകയും ചെയ്യുന്നത്. എൻ്റെ അപ്പനെങ്ങും പോകത്തില്ല, വീട്ടിലും കടകളിലൊക്കെ ഇരിക്കത്തേ ഉള്ളൂ. അങ്ങനെ ഒരു നാൾ ഹല്യ ഈ ഷാപ്പൊക്കെ ലേലം ചെയ്യുമ്പോൾ ഞങ്ങളുടെ മാനേജർ 2 പേരിൽ ഒരാള് എൻ്റെ അപ്പൻ അറിയാതെ അതിൽ ടെൻഡറിൽ മാറ്റം വരുത്തി ഈ ഷാപ്പ് എൻ്റെ അപ്പന്റെ കയ്യിൽ നിന്നും 8 ഷാപ്പ് നഷ്ടപ്പെടുവാനിടയായി. ഈ വ്യക്തികൾ 2ഉം ഞങ്ങളുടെ വീട്ടിലെ താമസിച്ചുകൊണ്ടിരുന്നത്. 2 വീടായിരുന്നു. എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തു. എല്ലാം എൻ്റെ അപ്പനെ നോക്കിക്കൊണ്ടിരുന്നു. അവർ എൻ്റെ അപ്പനെ ചതിച്ചപ്പോൾ വലിയൊരു ഭാരത്തിൽ എൻ്റെ പിതാവായി തീരുവാൻ സാഹചര്യം വന്നു. അങ്ങനെ അദ്ദേഹം വളരെ മാനസിക പ്രയാസത്തിലായപ്പോൾ ഇനി എനിക്ക് ഷാപ്പ് വേണ്ട, ഇനി ഞാൻ ഷാപ്പ് നടത്തത്തില്ല എന്ന തീരുമാനത്തിലെത്തെങ്കിലും അദ്ദേഹം കൂടിയിരുന്ന ആള് ഇങ്ങനെ ഒരു ചതിവ് ചെയ്തോ എന്ന് പറഞ്ഞപ്പോൾ വളരെ മാനസിക പ്രയാസം തോന്നി. എൻ്റെ അപ്പൻ കുടിക്കാനും മദ്യപാനം ചെയ്യാനും തുടങ്ങി. വല്ലാത്ത രീതിയിൽ മദ്യപാനമായി. ചിലയിടത്ത് 2 ഏക്കർ, ചിലയിടത്ത് 1 ഏക്കർ, ചിലയിടത്ത് 3 ഏക്കർ വസ്തു പലയിടത്തുണ്ടായിരുന്നു. ഇതൊക്കെയും വിൽക്കാൻ തുടങ്ങി. അങ്ങനെ വസ്തുക്കളൊക്കെ വിൽക്കാൻ തുടങ്ങി, വാഹനങ്ങളൊക്കെ വിൽക്കാൻ തുടങ്ങി. ഒടുവിൽ വിറ്റ് വന്നൊടുവിൽ 7 ഏക്കർ വസ്തു, ഒരു പ്ലോട്ടും അതിനകത്ത് 2 വീടും മാത്രമായി. അല്ലാതെ ജംഗ്ഷനിൽ ഞങ്ങൾക്കൊരു 15 സ്ഥലം വേറെ ഉണ്ടായിരുന്നു. അവിടെയാണ് ഹോട്ടലും ചായക്കട നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഉണ്ട്. എന്നെക്കാട്ട് പ്രായമുണ്ട് ഞങ്ങളുടെ കടയ്ക്ക്. അതായത് 10-60 വർഷത്തിൽ മേലായി. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ 7 ഏക്കർ വസ്തു എൻ്റെ അപ്പൻ ഒരു സമയത്ത് കൂട്ടുകാരന് വെറും 50,000 രൂപയ്ക്ക് കൊടുക്കാനിടയായി. എൻ്റെ ജ്യേഷ്ഠന്മാരും അനിയന്മാരും ഒക്കെ പറഞ്ഞു, രക്ഷപ്പെടത്തില്ല, എവിടെങ്കിലും പോയി നമ്മൾ രക്ഷപ്പെട്ടു, അപ്പനെല്ലാം വിറ്റ് നശിപ്പിച്ചു കളയും, നമ്മൾ വഴിയിലാകും എന്നൊക്കെ എൻ്റെ പറഞ്ഞ. എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ അങ്ങനെയാണ്, ദേശം വിട്ടു പോയി. ഡബിൾ ബി എ എടുത്ത ആളായിരുന്നു. അദ്ദേഹം ബാംഗ്ലൂരിൽ പോയി എങ്ങനെയോ എയർഫോഴ്സിൽ ചേർന്നു. എൻ്റെ അനിയന് ഭാഗ്യവശാൽ 18ാമത്തെ വയസ്സിൽ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയട്ടെ, പോസ്റ്റ് ഓഫീസിൽ താൽക്കാലിക ജോലി കിട്ടി. പിന്നെ പെർമനന്റ് ആയി. എൻ്റെ അനിയൻ ദേശം വിട്ട് രാജസ്ഥാനിലേക്ക് കടന്നുപോയി. എൻ്റെ സഹോദരി ഞാനും മാത്രമായി വീട്ടിൽ. അപ്പോൾ എൻ്റെ അപ്പന്റെ ഈ ഒരു സാഹചര്യം കണ്ടപ്പോഴും അമ്മയെ കണ്ടപ്പോഴും ഇവരെ വിട്ട് പോവാൻ എനിക്ക് വയ്യാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു. അങ്ങനെ ഞാൻ അവരുടെ കൂടെ തന്നെ നിന്നു. ഹല്ലേലൂയ. ഇങ്ങനെ ആയ സമയത്ത് ഞാൻ ബോംബെയിലെ ജോലി സംബന്ധമൊക്കെ കടന്നു പോയി. അവിടെ നേരെ ഗൾഫിൽ സൗദിയിൽ കടന്നു പോയി തീരുവാനിടയായി. അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയതൊക്കെ കുറച്ചൊക്കെ തിരിച്ചു പിടിക്കണമെന്നൊക്കെ വിചാരിച്ചെങ്കിലും ഒന്നും നടന്നില്ല. കാരണം ഒരുവൻ അതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നു. അതൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് ഈ ദൈവത്തെ അറിയത്തില്ലെന്ന് എൻ്റെ തമ്പുരാൻ അറിയാമായിരുന്നു. അത്ഭുതം എന്ന് പറയട്ടെ, വലിയൊരു ദൈവത്തിന്റെ പ്രവൃത്തി എൻ്റെ കുടുംബത്തിൽ വെളിപ്പെടാൻ തുടങ്ങിയ. ആമേൻ. ഹല്ലേലൂയ. ഒരിക്കൽ സക്കായി യേശു ആരെന്നറിയുവാൻ, യേശു എങ്ങനെയുള്ളെന്ന് അറിയുവാൻ ആഗ്രഹിച്ചൊരു സമയമുണ്ട്. എന്നാൽ ഈ സക്കായി ആളിൽ കുറുകനായതുകൊണ്ട് ജനക്കൂട്ടത്തിന്റെ ഇടയിലേക്ക് ചെന്ന് യേശുവിനെ കാണാൻ സാധിക്കത്തില്ലെന്ന് സക്കായിക്ക് മനസ്സിലായി. അവന്റെ ഹൃദയ വിചാരങ്ങളിൽ യേശു ആരെന്നും എങ്ങനെയുള്ളെന്ന് അറിയുവാൻ ആഗ്രഹിച്ച സ്ഥാനത്ത് അവന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ അറിയുന്നൊരു കർത്താവ് അവന് വേണ്ടി പ്രവർത്തിപ്പാൻ ഇടയായി. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ എന്ന് വിശുദ്ധ തിരുവചനത്തിൽ വായിക്കുന്നത് പോലെ. ആമീൻ. ഹൃദയത്തിലെ വിചാരങ്ങളെ അറിയുന്ന ഒരു ദൈവം, ആമീൻ,
സക്കായിയുടെ ആഗ്രഹത്തെ സാധിച്ചു കൊടുത്തതുപോലെ ഒരു ദൈവപ്രതി വെളിപ്പെട്ടത് കേട്ടോ. ആമീൻ. യേശുവിനെ പല പ്രാവശ്യവും കാണുവാനും നോക്കുവാനും ഒക്കെ കഴിഞ്ഞെങ്കിലും നടക്കാതെ വന്നു. എൻ്റെ ജീവിതത്തിൽ ഞാനൊരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചെങ്കിലും എനിക്ക് ക്രിസ്തീയ ഗാനങ്ങളോട് വലിയ ആക്രാന്തമായിരുന്നാണ് പറയുന്നത്. വലിയ ആവേശമായിരുന്നു. ഞാൻ ചില കാസറ്റുകൾ അന്ന് സെലക്ട് ചെയ്ത് ഞാൻ കേൾക്കുമായിരുന്നു. എനിക്കത് വലിയൊരു ആവേശമായിരുന്നു, ഒരു ലഹരിയായിരുന്നു ക്രിസ്തീയ ഗാനങ്ങൾ കേൾക്കുക. പലരും എന്നോട് ആ ക്രിസ്ത്യൻസ് ചോദിച്ചിട്ടുണ്ടോ, ആ കാശൊന്നും തരാമോ? അങ്ങനെ ഒരു സാഹചര്യത്തിലായിരുന്നു എൻ്റെ ജീവിതം. ഇങ്ങനെ പോകുന്ന സാഹചര്യത്തിലാണ് ഞാൻ ഗൾഫിലൊക്കെ കടന്നുപോയി പൈസയൊക്കെ ഉണ്ടാക്കി എല്ലാം കൊടുത്തെങ്കിലും ഒന്നും മിച്ചം വന്നില്ല. എല്ലാം തീരുവാനിടയായി. ഒന്നിനും ഒരു അന്തമില്ല. ഓട്ടസഞ്ചി പോലെ ഒരുക്കുന്ന നന്മകൾ കൂർന്നു പോകാൻ തുടങ്ങി. ആമീൻ. യേശു ആരെന്ന് കാണിയാൻ സക്കായിക്ക് ഒരു ആഗ്രഹം വന്നപ്പോൾ അവൻ യേശു വരുന്നത് അറിഞ്ഞ്, ആമീൻ, ഹല്ലേലൂയ, യേശു ലക്ഷക്കണക്കിന് 10,000 ജനം വരുന്നതിന്റെ മധ്യത്തിൽ യേശുവിനെ കാണുവാൻ അവൻ മുന്നോട്ടോടി എന്ന് വചനത്തിൽ വായിക്കുന്നുണ്ട്. ആരും കാണാതെ ഒരു കാട്ടത്തീക്ഷത്തിൽ കയറി യേശുവിനെ കാണാൻ ഇരുന്നു. ആമേൻ. ദൈവത്തിലെ ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം പറയാം. എൻ്റെ ദൈവം പറയുന്ന ഒരു ആലോചനയുണ്ട്. നീ എന്ത് ആഗ്രഹിക്കുന്നു, നീ എന്ത് ചിന്തിക്കുന്നു, നീ എന്ത് ഭാരപ്പെടുന്നു, നീ പ്രയാസപ്പെടുന്നു, അതിന് മധ്യത്തിൽ ദൈവം ഒരു വിടുതലയക്കാൻ ശക്തനാണ്. നീ അറിയാതെ, ഞാൻ അറിയാതെ, ആരും അറിയാതെ അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഇന്നൊരു പക്ഷെ ചിന്തിച്ചേക്കും, ദൈവം എൻ്റെ ഈ സാഹചര്യം ഇങ്ങനെ ആയിപ്പോയല്ലോ, ഞാൻ നിന്റെ വേല ചെയ്തില്ലേ, ഞാൻ നിന്റെ സുവിശേഷ വേല ചെയ്തില്ലേ, നാം മഹത്വപ്പെടുത്തിയില്ലേ, എന്താ കർത്താവേ നീ എന്നോട് ഇങ്ങനെ ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, അവന് ചില പദ്ധതികളുണ്ട്, അവനെ കീഴടക്കണമെങ്കിൽ നീ ഇങ്ങനെ ഇരുന്നേ പറ്റൂ. ഇന്ന് പകൽക്കാലം ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. ദൈവം നമ്മളെ കൈവിടത്തില്ല, ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. അവൻ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്നൊരു കർത്താവാണ്. ഇന്ന് പകൽക്കാലം കണ്ടോ, ആമീൻ ആമീൻ, സക്കായി ഓടി ഒരു കാട്ടത്തിമിഷത്തിൽ കയറിയിരുന്ന് യേശുവിനെ കാണാനായിട്ട് ഇരിക്കുമ്പോൾ ഇതാ യേശുവും പുരുഷാരവും കടന്നു വരികയാണ്. ഈ കാട്ടത്തിമിഷത്തിൽ ഇരിക്കുന്ന സക്കായിക്ക് അറിയത്തില്ല, ഇന്ന് പകൽക്കാലം ഈ ജനം എന്നെ കാണുന്നില്ല, യേശുവിനെ കാണുന്നില്ലെന്നൊരു പക്ഷേ സക്കായി ചിന്തിച്ചു കാണും. എന്നാൽ ഇന്ന് പകൽക്കാലം ഈ 10,000 ജനത്തിന് അറിയത്തില്ല ഒരു സക്കായി ഇവിടെ ഇരിപ്പുണ്ടെന്ന്. എന്നാൽ അറിയുന്ന ഒരുവനുണ്ട്, അവനറിയാം, അവൻ എന്നെ പേടി ഒരുത്തനോട് ഇരിപ്പുണ്ട്. ഇന്ന് പകൽക്കാലം അവന്റെ അടുത്ത് അവനെ കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട്. അവന്റെ പേരെങ്ങനായിരുന്നു? ചുങ്കക്കാരൻ, ചുങ്കം പിരിക്കുന്നവൻ. എന്തുമാകട്ടെ, ഇന്ന് പകൽക്കാലം ദൈവപതിലെ നീ ഒരു കാര്യം ഓർത്തോണം. ഇന്ന് പകൽക്കാലം ദൈവം വിളിച്ചു പറയുക, ഇതൊന്നും ഓർത്ത് ഭാരപ്പെടരുത്, ഇന്ന് കണ്ടെന്ന് സങ്കടപ്പെട്ടു പോകരുത്. ഇന്ന് പകൽക്കാലം ദൈവം വിളിച്ച് വേദനിച്ച് ഈ സാക്ഷ്യം കേൾക്കുന്നെങ്കിൽ ഒന്ന് ഓർത്തു, ഒരു വിടുതൽ വരും ദിവസങ്ങളിൽ നിന്റെ ഭവനത്തിനകത്ത് നിന്റെ മേൽ ദൈവം കൊണ്ടുതരുവാൻ എന്റെ ദൈവം ശക്തനാ. ഇന്ന് കാലം ആരും അറിയാത്ത, ചിന്തിക്കാത്ത, വിചാരിക്കാത്ത, കരുതാത്ത ചില തന്മകൾ യേശു നീ ഇരിക്കുന്ന ആലിയ മരത്തിന് ചുവട്ടിൽ കൊണ്ടുവരും. ഇന്ന് പകൽക്കാലം അവൻ നന്മയായിട്ടാ കടന്നു വരുന്നത് കേട്ടോ. നോക്കാൾ യേശു എങ്ങനെയുള്ളവൻ എന്നറിയുവാൻ ഇന്ന് പകൽക്കാലം ദൈവമേ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ, യേശു എങ്ങനെയുള്ളതെന്ന് കാണുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ കേൾക്കുന്ന സർക്കാരിനെ പറ്റി ശക്തമായി നിങ്ങൾ കേൾക്കണം, സാക്ഷ്യം കേൾക്കണം. ഇന്ന് പകൽക്കാലം ദൈവം എങ്ങനെയെന്നും ദൈവം ആരെന്നും ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് മനസ്സിലാക്കുവാൻ ഇന്ന് പകൽക്കാലം ഒരു സാഹചര്യമാണ്, ഒരു വഴിയാണ് ഇന്ന് പകൽ ഉറച്ചിരിക്കുന്നത്. ഇന്ന് പകൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, നമ്മൾ ദൈവത്തിൽ യാചിക്കണം. അവന്റെ വിടുതൽ നമുക്ക് തരുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. ദൈവകരങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഇന്ന് പകൽ നമുക്ക് പ്രാർത്ഥിക്കാം. പുരുഷാരം കടന്നു വരുന്നു, യേശു കടന്നു വരുന്നു. ഈ ജനത്തിന് അറിയത്തില്ല ഈ സക്കായി മരത്തിൽ ഇരിപ്പുണ്ടെന്ന്. അല്ലെങ്കിൽ ഈ സക്കായിക്ക് അറിയത്തില്ല ഈ ജനം ഞാനിരിക്കുന്ന കാണുന്നില്ല. അല്ലെങ്കിൽ ഈ സക്കായി ചിന്തിക്കുന്നു, ഈ വരുന്നവൻ എന്നെ കാണത്തില്ല, ഞാൻ അവനെ കാണും എന്ന് ചിന്തിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ഒന്നോർത്തു, ജനം കടന്നു വന്നു, ആമീൻ, യേശു മുന്നേ വന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം കണ്ടു, സക്കായി ഇരിക്കുന്ന കാട്ടത്തിവിഷത്തിന്റെ ചോട്ടി വന്നപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവം തമ്പുരാൻ അവിടെ നിൽപ്പാനിടയായി. ആമേൻ. ഇന്ന് പകൽക്കാലം കർത്താവ് ചിലർക്ക് നിൽക്കും.
അപ്പം ജലം നിന്നാൽ ഇന്നൊരു വിടുതല. ഇന്ന് പാർക്കാൻ സ്വർഗം പറഞ്ഞൊരു കാര്യമുണ്ട്. നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ മതി, ബാക്കി എന്റെ തമ്പുരാൻ ചെയ്യാൻ ശക്തന. ഇന്ന് പാൽക്കാലം കണ്ടു, കാട്ടത്തിരി വിഷത്തിന്റെ ആ ചുവട്ടിൽ വന്ന് യേശു നിന്നിട്ട് വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. സഖായേ, നീ ഇറങ്ങി വാ. ആമീൻ, 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 ആമീൻ. സഖായേ, നീ ഇറങ്ങി വാ. ഇന്നിപ്പോ രാത്രികാലം നിന്നോടൊപ്പം ഞാൻ നിന്റെ ഭവനത്തിൽ കഴിയാനുള്ളവനാ. ഇന്ന് രാത്രി ഒരു പകൽക്കാലം ഞാനൊരു കാര്യം വിളിച്ചു പറഞ്ഞു, ദൈവവേദലേ, ആമീൻ, നീ എവിടെ ഇരുന്നാലും എങ്ങനെ ഇരുന്നാലും ഏത് സാഹചര്യത്തിൽ ഇരുന്നാലും എങ്ങനെയായാലും ഇന്ന് പകൽക്കാലം സ്വർഗം നിന്നെ കണ്ടിട്ടുണ്ട്. ആ സ്വർഗം നിന്നെ വിളക്കിറക്കി പുറത്തു കൊണ്ടുവരും. ഇന്ന് പകൽക്കാലം ഈ കൂട്ടായ്മയിലും ദൈവത്തിന്റെ അത്ഭുതമായ വിടുതൽ സംഭവിക്കട്ടെ. ഇന്ന് പകൽക്കാലം ഞാൻ വീണ്ടും സാക്ഷ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് പകൽക്കാലം അല്ലെങ്കിൽ ഞങ്ങൾ 4 ആൺമക്കൾ, അല്ലെങ്കിൽ ഒരു പെൺപൈതല്, ഇന്ന് പകൽക്കാലം ഞങ്ങൾ വളരെ സന്തോഷത്തോടെ കഴിഞ്ഞു പോകുന്ന സാഹചര്യം എല്ലാം നശിച്ചു, എല്ലാം ഇല്ലാതായി, ഒന്നുമില്ല. സഹോദരങ്ങളെല്ലാം കൈവിട്ടു പോയി, എല്ലാവരും പോയി, അപ്പനും അമ്മയുമായി. ഞാൻ മാത്രം എൻ്റെ അപ്പനെയും അമ്മയും നോക്കൊണ്ട് എനിക്കൊരു ചിന്ത വന്നു, ഭാരം തോന്നി, പ്രയാസം തോന്നി. എന്റെ സഹോദരി അങ്ങോട്ട് പോകാനാ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, അതിന് പ്രകാരം ഞാൻ സൗദി അറേബ്യയിൽ പോയി 8 വർഷം ജോലി ചെയ്യുവാൻ ഇടയായി. അനേക പണം ഉണ്ടാക്കി. എന്നാൽ ഒന്നും എനിക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. അതെന്റെ കുഴപ്പമല്ല. എന്നെ നോക്കിയിരുന്ന ഒരുത്തൻ കാഷ്ടത്തിന്റെ ചുവട്ടിൽ ഉണ്ടായിരുന്നു. അവൻ അറിയാം ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇവനിന്ന് വാക്കാൽ അറിയത്തില്ല. ഓട്ടസഞ്ചി പോലെ ചോർത്തിക്കളഞ്ഞാൽ ഇവനൊരു നാളെ എന്നെ അറിയും. ഇവൻ എന്നെ പോലെ മുഴങ്കാലം മടക്കും. ഒരു പക്ഷേ എന്റെ ദൈവം എന്നെ കുറിച്ച് ഓർത്ത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുക. ആ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്കിന്ന് കാലം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഞാൻ എന്റെ സഹോദര വിവാഹം നടത്തുവാനായി ആലോചിച്ചു. സഹോദരന്മാരെല്ലാം വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അവർ പറഞ്ഞു, ഓക്കെ, നീ നടത്തിക്കോ, ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ എന്റെ സഹോദര വിവാഹം നടത്തുവാൻ നിശ്ചയിച്ചു. എന്നാൽ സമയത്ത് ആരും സഹായിക്കാനില്ലായിരുന്നു. ആമേൻ, ആമേൻ, ആമേൻ. എങ്കിലും കൈവിടാത്തൊരു ദൈവം ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ഇതിന്റെ സഹോദര കല്യാണം ഞാൻ ഒറ്റയ്ക്ക് ആ നാട്ടിൽ നടത്തുവാൻ ഇടയായി. ദേശത്ത് അന്ന് ഞങ്ങൾ 100-250 വീടേ ഉള്ളൂ. ആ വീട്ടിലെ ജനത്തെ മൊത്തം വിളിച്ച് അവർക്ക് ഗംഭീരമായ വിവാഹം നടത്തി അവളെ പറഞ്ഞു വിടുവാൻ ഇടയായി. എന്നാൽ ഇന്ന് പകൽക്കാലം ഒരു കാര്യം ഓർക്കണം, ദൈവത്തിന്റെ പൈതലെ, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയവരെ ആരും എന്റെ ദൈവം ലജ്ജിച്ചു പോകാൻ സമ്മതിക്കാത്ത ഒരു കർത്താവ് ഇന്ന് പകൽക്കാലവും എന്റെ ജീവിതത്തിൽ ഒരു വലിയ ദൈവപ്പോത്ത് വെളിപ്പെടുവാൻ ചില സാഹചര്യങ്ങൾ ഒരുക്കി തന്നു. അതിന് കാരണം ഈ വിവാഹം എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. ഇതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്റെ അപ്പന്റെ കൂടെ വന്ന് താമസിച്ച അനേക 2-3 ക്രിസ്ത്യാനി കുടുംബങ്ങളിൽ ഒരു നല്ല ഒരു ഫാമിലി, നല്ല ഒരു സാമ്പത്തികമൊക്കെ ഞാൻ എന്റെ അപ്പനെ പോലെ ഉണ്ടാക്കിയ ഒരു കുടുംബം ഉണ്ടായിരുന്നു. 2 ആൺമക്കളാണ്, 2 പേരും പഠിത്തക്കാരാണ്. അവർ 2 പേരും ജോലി ചെയ്താൽ ബോംബെയിലൊക്കെ കടന്ന് ജോലി. മൂത്ത മകൻ ബോംബെയുടെ പ്രദേശത്ത് ജോലി ചെയ്തു. അവൻ എല്ലായിടത്തും പോയി മനുഷ്യരെ കളിപ്പിച്ച് പറ്റിച്ച് 8-10 ലക്ഷം രൂപ ആ കാലത്ത് മുങ്ങുകയാണ് പതിവ്. അങ്ങനെ പല പ്രാവശ്യമായി അപ്പൻ കുറെ വസ്തുവൊക്കെ വിറ്റിട്ട് കടങ്ങളൊക്കെ വീട്ടി വീണ്ടും ഇവന് ഇങ്ങനെ തന്നെ കാര്യങ്ങൾ നടത്തിയപ്പോൾ ആമീൻ, ആമീൻ, ഹല്ലേലൂയ, ഒരു നാൾ അവൻ ഡൽഹിയിൽ പോലെങ്ങാണ്ടോ പോയി ആരാണ്ടെ പറ്റിച്ച് കളിപ്പിച്ച് വന്ന് നാട്ടിൽ വന്നപ്പോൾ ആൾക്കാർ പിടികൂടുവാൻ ഇടയായി. ഒരു കൂട്ടം ആൾ വന്ന് പിടികൂടി. അന്ന് ഞങ്ങൾക്ക് ഷാപ്പൊക്കെ ഭയങ്കര പ്രാവശ്യിക്കുന്ന കാലമാണ്, ഭയങ്കര ഗുണ്ടായുസമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞു ഞങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഭയങ്കര കുടുംബം, ഞങ്ങൾ വീട് പോലെ കഴിയുകയാണ്. ഇവനെ വന്ന് കയ്യേറ്റം ചെയ്തപ്പോൾ എന്റെ അപ്പം പറഞ്ഞു അത് കയറി തല്ലാൻ പറ്റില്ല. അന്നവരെ മൊത്തം അടിച്ചു ഓടിച്ചു കഴിഞ്ഞിട്ട് എന്റെ അപ്പനെ കുറെ പണം കൊടുത്തിട്ട് പറഞ്ഞു, എന്റെ മോനെ രുത്, എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെട്ടു, ഇനി നിന്നെ ദേശത്ത് കാണരുത്, കണ്ടു കഴിഞ്ഞാൽ വല്ലവരും നിന്നെ കൊന്നു കളയും, നീ എങ്ങോട്ടെങ്കിലും പോയി. എന്റെ അപ്പനൊന്ന് പണം ഉണ്ടായിരുന്നു, പണം എടുത്ത് കുറെ പണം എടുത്ത് നീ ദേശം വിട്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവൻ ആ ദേശം വിട്ട് ഹല്ലേലൂയ അന്ന് പോയി. ആമീൻ, ആമീൻ, ആമീൻ. 40 വർഷത്തിന് മേലത്തെ കഥയാണ് ഈ പറയുന്നത്. ഹല്ലേലൂയ. പോയി കഴിഞ്ഞിട്ട് അവനെപ്പോ യാതൊരു വിധവുമില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം എന്റെ സഹോദരി കല്യാണം നടന്ന് വിവാഹം കഴിഞ്ഞ് അവൾ കടന്നുപോയി. ആമീൻ, ആമീൻ. ആരും സഹകരിച്ചില്ലെങ്കിലും മംഗളമായി അനുഗ്രഹമായി വിവാഹം നടന്ന് കടന്നു പോകാൻ ഇടയായി. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വഴിയിലെ ഹല്ലേലൂയ ഒരു കാര്യം ഓർക്കണം. ആമീൻ, ആമീൻ. എന്റെ സഹോദരിയുടെ വിവാഹം കഴിഞ്ഞു. ആമീൻ, ആമീൻ. അല്ലെങ്കിൽ ഞാനും അല്ലെങ്കിൽ എന്റെ വൈഫ് ഡൽഹിയിൽ നേഴ്സായി ജോലി ചെയ്യുകയാണ്. ആമീൻ. ഞാനും അവിടെ പോയി ഗൾഫിൽ നിന്ന് കടന്നു വന്നിട്ട് വൈഫിനൊപ്പം ഡൽഹിയിൽ പോയി അല്ലെങ്കിൽ ജോലി ചെയ്ത സമയമാണ്. ഇന്ന് പകൽക്കാലം 1993 കാര്യം പറയുന്ന ഇപ്പോൾ. ആമീൻ, ആമീൻ. ജോലി ചെയ്യുന്ന സമയത്ത് ആമീൻ ഹല്ലേലൂയ ഞങ്ങൾ അറിഞ്ഞു എന്റെ പെങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടായി. അതിന് ഓപ്പറേഷൻ ചെയ്തെടുത്തു. ഞങ്ങൾ വന്നു, അതിന്റെ ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തു. അവന്റെ ഹോസ്പിറ്റലിലാക്കി ഡിസ്ചാർജ് വീട്ടിൽ കൊടുത്തിട്ട് ഞങ്ങള് പിന്നെ ഡൽഹിക്ക് തിരിച്ചു പോയി. ഹല്ലേലൂയ. പിറ്റേ വർഷവും ആ സമയത്ത് തന്നെ വീണ്ടും പ്രഗ്നന്റ് ആയി.
ആമീൻ ആമീൻ. വീണ്ടും ഞങ്ങൾ കടന്നു വന്നു. അതിൽ വീണ്ടും തന്നെ ഓപ്പറേഷൻ നടത്തി. ഹല്ലേലൂയ. ഡോക്ടർ എന്ന് പറഞ്ഞു അടുപ്പിച്ച് 2 വർഷം ഒരുമിച്ച് ഓപ്പറേഷൻ ചെയ്തു. ഇനി ഓപ്പറേഷൻ ഇല്ല, ഇനിയും കുഞ്ഞുങ്ങൾ ഉണ്ടാകരുത്, അപകടമാണ് എന്നൊക്കെ അവരോട് പറഞ്ഞു. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം ദൈവത്തിന്റെ തന്നിൽ പറയും. ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. ഹാലിയ ദൈവം ഒന്ന് നിശ്ചയിച്ചാൽ അവനത് അങ്ങനെ തന്നെ ചെയ്തെടുക്കുന്ന ഒരു കർത്താവാണ്. ഹാലലുയ്യ. ഇന്ന് പകൽക്കാലം ഹാലിയ ദൈവത്തിലെ 3-ാം വർഷം വീണ്ടും എന്റെ സഹോദരി വീണ്ടും പ്രഗ്നന്റ് ആയി. ആമീൻ ആമീൻ. ഞങ്ങൾ അറിയുന്നില്ല. അങ്ങനെ ഒരു പ്രഭാതത്തില് ഡൽഹിയുടെ പ്രദേശത്ത് ഭാര്യയും ഭർത്താവും 2 കുഞ്ഞുങ്ങളുമായി കടന്നു വരുവാൻ ഇടയായി. ഞാൻ ചോദിച്ചു, എന്തിനാ മോളെ വന്നേ? ചുമ്മാതെ ഡൽഹി കാണാൻ വന്നതാണ്, അല്ലെ കേട്ട് പോകാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ എന്റെ വൈഫ് പറഞ്ഞു, അല്ല, എന്തോ പ്രശ്നമുണ്ട് എന്ന് പറയാൻ ഇടയായി. അങ്ങനെ ഞങ്ങളോടൊപ്പം ഒരു 2 ആഴ്ച താമസിച്ച് കഴിഞ്ഞപ്പോൾ എന്റെ വൈഫ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നമുക്ക് ഇവിടെ കൊണ്ട് ചെക്കപ്പ് ചെയ്യാം, ചിലപ്പോൾ ഇവൾക്ക് ഗർഭിണിയാണ്, സംശയമുണ്ട്, അവന്റെ സാഹചര്യമൊക്കെ ഉണ്ട്, അങ്ങനെയാണ്. അങ്ങനെ എന്റെ കൂട്ട് ദാസി സഹോദരിയെ കൊണ്ടുപോയി കോട്ടയം മെഡിക്കലില് ചെക്കപ്പ്. അവർ പറഞ്ഞു 3 മാസം പ്രഗ്നന്റ് ആണ്, ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല, അബോർഷൻ ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമുക്ക് റിസ്കിലാണ്, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? എന്നോട് എന്റെ അടുത്ത് ഒന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറിനെ കണ്ടിട്ട് പറഞ്ഞു, ആ ഡോക്ടർ, കുഞ്ഞു പോയാൽ പൊക്കോട്ട്, എന്റെ സഹോദരിയെ എനിക്ക് ജീവനോട് തന്നാൽ മതി എന്ന് പറയുവാൻ ഇടയായി. എന്നാൽ ഡോക്ടർ പറഞ്ഞു, നമുക്ക് പരിശ്രമിക്കാം, ദൈവം ചെയ്യാതിരിക്കത്തില്ല, എന്തെങ്കിലും ചെയ്യുന്നത് പറയുവാൻ ഇടയായി. ഞാൻ ജോലി കമ്പനിയിൽ ചില കാര്യങ്ങൾ പറഞ്ഞു. അവർ പറഞ്ഞു, എത്ര രൂപ വേണം നമുക്ക് മുടക്കാം, അവിടെ ഇവിടെ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാം, നീ കരയണ്ട, പേടിക്കണ്ട, ഭയപ്പെടണ്ട എന്ന് പറയുവാൻ ഇടയായി. ഇന്ന് പകൽക്കാലം ആമീൻ 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 ഒരു വലിയ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടാൻ പോവുകയായിരുന്നു. ആമീൻ ആമീൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തെ കേൾക്കേണ്ട കാര്യങ്ങൾ പലതുമുണ്ട്. ഇന്ന് പകൽ നമ്മൾ മാനുഷികമായി ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ ആ വിഷയത്തിന്മേൽ ഒന്നും ഒരു വിടലില്ലെങ്കിലും ഇന്ന് പകൽക്കാലം സ്വർഗ്ഗ ദൈവം ചെയ്തു തരാൻ ശക്തനായ ഒരു ദൈവമാണ്. അവനൊന്ന് കണ്ടാൽ അത് അങ്ങനെ തന്നെ നമുക്ക് ചെയ്തു തരും. ആമീൻ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഒരു വലിയ ദൈവത്തിന്റെ പ്രവൃത്തി എന്റെ വീടിന്റെ ഭവനത്തിൽ വെളിപ്പെടുകയായിരുന്നു. ആമീൻ. 3-ാം വർഷം 3-ാം പ്രാവശ്യം ഗർഭിണിയായി ഞങ്ങൾ കടന്നു ഡൽഹിയില് എന്റെ സഹോദരി ചെക്കപ്പ് ചെയ്തപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു, ഹല്ലേലൂയ ഇങ്ങനെയാണ് കാര്യങ്ങൾ, അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഹല്ലേലൂയ പരിശ്രമിക്കാം, ഒന്നുകിൽ കുഞ്ഞിനെ കിട്ടും, അല്ലെ അമ്മയെ കിട്ടും, ആര് വേണം തീരുമാനിച്ചു. ഞാൻ പറഞ്ഞു, കുഞ്ഞു പൊക്കോട്ട്, എന്റെ സഹോദരി എനിക്ക് ജീവനോട് തന്നാൽ മതി, ഡോക്ടേഴ്സ് പറയാനിടയായി. എന്നാൽ ദൈവകൃപയാൽ അവള് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് അവർ റെഫർ ചെയ്തു. 8 മാസം ആകുമ്പോൾ ഡൽഹി തിരിച്ചു വരണം, ഇവിടെ ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞ് എല്ലാം സെറ്റിലും ചെയ്തു. എന്റെ സഹോദരിയെ ഞാൻ നാട്ടിലേക്ക് വണ്ടി കയറ്റി വിടുവാൻ ഇടയായി. എന്നാൽ ഇന്ന് പകൽക്കാലം ഒരു കാര്യം ഓർക്കണം, ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ കണക്ക് അവിടെ ഞങ്ങളുടെ വീട്ടിൽ വെളിപ്പെടുകയായിരുന്നു. ആദ്യ പാരമ്പര്യത്തിൽ ഇരിക്കുന്ന ഇടങ്ങളെ ദൈവം കാണുവാനിടയായി. ഇവൻ വിദ്യാബുദ്ധി സേവിക്കേണ്ടവനല്ല, ഇവൻ ഈ ബിംബത്തെ സേവിക്കേണ്ടവനല്ല, ഇവൻ ജീവനുള്ള ദൈവത്തെ സേവിക്കേണ്ടവനാണെന്ന് എന്റെ ദൈവം ഞങ്ങളെ കണ്ടതുകൊണ്ടാണ് കുടുംബമായി ഞങ്ങളെ വിളിച്ച് വേർതിരിച്ച് ഈ രക്ഷയുടെ മാർഗം കാണുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം എന്ന് വേണം പറയുവാൻ. ഇന്ന് പോക്കാൻ വലിയ പ്രതാപത്തോടെ, വലിയ അഹങ്കാരത്തോടെ എന്റെ അപ്പൻ ദേശത്ത് ഹല്ലേലൂയ എസിന്റെ ആൾക്കാരുമായി, വളരെ സകല ബന്ധു ചാച്ചക്കാരുമായി ആടിച്ച് വെളിച്ച് നടക്കുന്ന സമയത്താണ് ദൈവത്തിന്റെ പ്രവൃത്തി ആരും അറിയാതെ വെളിപ്പെട്ടത്. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ എന്റെ സഹോദരിയെ ആമീൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ റെഫർ ചെയ്തതിനു ശേഷം അവിടെ ഡോക്ടേഴ്സ് പറഞ്ഞു, പുഷ്പഗിരി ഹോസ്പിറ്റലിൽ ഒരു വിദഗ്ധ ഡോക്ടറുണ്ട്, അവരെ നമുക്കൊന്ന് റെഫർ ചെയ്യാം, അവരേറ്റാൽ ഓക്കെയാണ് എന്ന് പറയുവാനിടയായി. അങ്ങനെ ഹല്ലേലൂയ എന്റെ സഹോദരിയെ ഡോക്ടർ ടീം ഹല്ലേലൂയ പുഷ്പഗിരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യുവാനിടയായി. ഇന്ന് പകൽക്കാലം ആമീൻ 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 ഹല്ലേലൂയ ദൈവികമായ ഒരു പ്രവൃത്തി വെളിപ്പെടുവാൻ പോവുകയായിരുന്നു. ഇന്ന് പകൽക്കാലം ദൈവം ഇറങ്ങി വന്നാൽ അതിനെ തടയാൻ ആർക്കും കഴിയത്തില്ല. ഇന്ന് പകൽ ദൈവപ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ അതിന് സമയമുണ്ട്. ആ സമയത്ത് അത് വെളിപ്പെട്ടു വരിക തന്നെ ചെയ്യും. ആമീൻ. ഹന്ന ഒരുപാട് വർഷങ്ങൾ കരഞ്ഞു, ഒരുപാട് നാള് ആലയത്തിൽ പോയി, ഒരുപാട് കണ്ണുനീര് പൊഴിച്ചു, മറുപടിയില്ല. എന്നാൽ ഒരു നാൾ അവിടെ പ്രാർത്ഥന കേട്ടൊരു ദൈവം. ഹല്ലേലൂയ. ഇന്ന് പകലും നമ്മുടെയൊക്കെ പ്രാർത്ഥനയ്ക്ക് ദൈവമുണ്ടെന്നുള്ള കാര്യം ഇന്ന് പലക്കാലം മറന്നു പോകാതെ ദൈവകുഞ്ഞുങ്ങളെ ദൈവത്തിന് നാം പ്രാർത്ഥിച്ചാൽ ചില ദൈവവിളികൾ നമ്മുടെ മുന്നിലേക്ക് ദൈവം കൊണ്ടുത്തരും. നമ്മൾ അറിയാത്ത, നമ്മൾ ചിന്തിക്കുന്ന വഴിയിൽ കൂടി അവൻ നമ്മളെ നടത്തി അക്കരെ കടത്താൻ ശക്തനാണ്. ഇന്ന് പകൽക്കാലം നിന്റെ പാരമ്പര്യമോ, നിന്റെ ജാതിയോ, നിന്റെ കുലമോ, നിന്റെ ഗോത്രമോ അല്ല
എന്റെ ദൈവത്തിന് പ്രശ്നം ഹാലിയ നിന്റെ ഹൃദയം അവന് കൊടുത്താൽ അവൻ നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്നൊരു കർത്താവാ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പ്രവൃത്തി അങ്ങനെ വെളിപ്പെടത്തുള്ളൂ. തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്, ആമീൻ ആമീൻ, യഹോവയുടെ ആ ദൂതൻ തന്റെ ഭക്തന്മാർക്ക് പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്നു പറഞ്ഞതുപോലെ ദൂതന്മാരെ ഇറക്കി വിടിക്കുന്ന ദൈവം നമുക്കുണ്ട്. അവൻ നമ്മുടെ ഹാലിയ ഭാരങ്ങളെ അറിയുന്നവനാ, പ്രയാസങ്ങളെ അറിയുന്നവനാ, നമ്മുടെ സങ്കടങ്ങളെ അറിയുന്നവനാ. ആ ദൈവം നമ്മളെ കൈവിടത്തില്ല. ഇന്ന് പകൽക്കാലവും ഈ നിമിഷവും ജീവനുള്ള ദൈവത്തെ കാണുവാൻ പറ്റിയ ഭാഗ്യത്തെ ഓർത്ത് ഇപ്പോഴും എപ്പോഴും എന്നും സ്തുതിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾ. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ ആ സമയമായി. എന്റെ സഹോദരി പുഷ്പ ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ ചെയ്ത് എടുപ്പാനിടയിൽ ഞാൻ ഒരിക്കലോട് ചോദിച്ചു, നമുക്ക് ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്ത് കളയാം, അല്ലെങ്കിൽ ഓപ്പറേഷൻ എടുത്ത് കളയാം, നീ മരിക്കാതിരിക്കുള്ളൂ എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഞാൻ ചത്താലും വേണ്ടില്ല, എനിക്കൊരു പെൺകുഞ്ഞ് വേണം. ആ രണ്ടുപേരും ആൺകുഞ്ഞുങ്ങളായിരുന്നു. അല്ലെങ്കിൽ എനിക്കൊരു പെൺകുഞ്ഞ് വേണമെന്ന ഞാനത് കളയത്തില്ല, എന്റെ ജീവൻ പോകോട്ടെ, ഞാൻ ചത്തോട്ടെ, എന്നാലും കളയുന്നുള്ള ഒരിക്കലും എന്നോട് വെല്ലുവിളിച്ച് പറഞ്ഞപ്പോൾ ഇതെനിക്ക് വളരെ പ്രയാസം തോന്നിയൊരു വിഷയമാണ്. അന്ന് ഞാൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, എങ്കിലും മാനസികമായി വളരെ പ്രയാസപ്പെടുവാൻ ഇടയായി. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയുക, ഹല്ലേലൂയ, അവന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അറിയുന്ന ഒരു കർത്താവ്, അല്ലെങ്കിൽ നിന്റെ ഹൃദയ ആഗ്രഹം നിനക്ക് നൽകട്ടെ. ആദരങ്ങളെ യാചന നിഷേധിക്കാത്ത ദൈവം ഇന്ന് പകൽക്കാലം അതിന്റെ മധ്യ പ്രവൃത്തി എനിക്ക് നിവർന്ന് സാക്ഷ്യം പറയുവാൻ തക്കോണം ദൈവം ചില സാഹചര്യങ്ങൾ വഴികൾ ഒരുക്കി. ഇന്ന് പകൽക്കാലം ദൈവ പൈതലേ ഹാലലി വിളിച്ചു പറഞ്ഞൊരു കാര്യം കേൾക്കുന്നവരെ, അത് ശ്രമിക്കുന്ന കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെ, ആമീൻ ആമീൻ. ഹാലി ഇന്ന് പകൽക്കാലം ഒരു കാര്യമുണ്ട്, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടേണ്ട സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മൾ അറിയാതെ അതവൻ നമ്മളെ മുന്നേ കൊണ്ടുവന്ന് വെളിപ്പെടുത്തി തരും. അപ്പോഴേ നമ്മൾ അറിയത്തുള്ളൂ. ഹല്ലേലൂയ. എന്റെ സഹോദരിയുടെ ഓപ്പറേഷൻ അങ്ങനെ പുഷ്പഗിരി ഹോസ്പിറ്റൽ 15 ഡോക്ടേഴ്സ് ടീമോട് കൂടി അത് ചെയ്തെടുപ്പാൻ ഇടയായി. ഒരു കുഴപ്പമില്ലാതെ അമ്മയും കുഞ്ഞിനെ കിട്ടി. ഇന്ന് പകൽക്കാലം ഓർക്കണമേ, ആമീനൻ ഹൃദയത്തെ ആഗ്രഹം പോലെ തന്നെ ഒരു പെൺകുഞ്ഞിനെ അവർക്ക് ദാനമായി എന്റെ ദൈവം കൊടുപ്പാൻ ഇടയായി. എന്നാൽ ഇന്ന് പകൽക്കാലം ഒരു കാര്യം ഓർക്കണം, അതിനകത്ത് ചില പദ്ധതികൾ ഉണ്ടായിരുന്നു ദൈവത്തിന്. ഹല്ലേലൂയ. ഓപ്പറേഷൻ ചെയ്തു, കുഞ്ഞിനെ വെളിയിലെടുത്തെല്ലാം കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിന് എന്തോ ഒരു വ്യത്യാസം തോന്നി. അപ്പൊ തന്നെ അതിനെ കണ്ണാടിക്കൂട്ടിലിട്ടിട്ട് അതിനെ സ്കാൻ ചെയ്യാനോ ഒക്കെ ചെയ്യാൻ പറ്റി. പെട്ടെന്ന് അതിന്റെ ഇവിടെ കിഴിച്ച് അതിന് ഒരു ട്യൂബ് ഇട്ട് അതിനെ കണ്ണാടിക്കൂട്ടിലാക്കി പാല് കൊടുക്കാൻ മാത്രമേ വെളിയിൽ ഉറക്കത്തുള്ളൂ. ഹല്ലേലൂയ. അതിന് ചെക്കപ്പ് നടത്തി, വിദേശ ഡോക്ടേഴ്സുമായി കൺസൾട്ട് നടത്തി, ഹോസ്പിറ്റലുമായി ഡോക്ടേഴ്സ് അവർ മീറ്റിംഗ് നടത്തി. അപ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സിലായി, ഹല്ലേലൂയ, ഇന്ന് ഒരു പെൺകുഞ്ഞിനെ ദൈവം കൊടുത്തെങ്കിലും, അവിടെ ഹൃദയ വിചാരത്തിലെ അറിയുന്ന ദൈവം അവർക്ക് ദാനമായി കൊടുത്തെങ്കിലും, ഇന്ന് കാലം അവിടെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവം ചെയ്തെങ്കിലും ദൈവം അവിടെ ഒരു കാര്യം ചെയ്തു. ഇന്ന് പകൽക്കാലം ആ കുഞ്ഞിനെ അവൾ കൊടുക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ആ കുഞ്ഞിന്റെ ലിവർ എന്ന് പറയുന്ന സാധനം ആ സാധനത്തില്ലായിരുന്നു. ഹല്ലേലൂയ. കാഷ്യൂനട്ട് പോലുള്ള സാധനം ആ ലിവറിന്റെ ഭാഗത്തെ ഉള്ളായിരുന്നു, വേറൊന്നുമില്ല. ഡോക്ടേഴ്സ് ചെക്കപ്പ് ചെയ്തിട്ട് വിധിച്ചു 7 വയസ്സാകുമ്പോൾ കുഞ്ഞ് മരിച്ചു പോകും. ആമീൻ ആമീൻ. ഹല്ലേലൂയ. എല്ലാ മാസവും ഇതിന് പനി വരും, ഇതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരണം. ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പോൾ സകല ട്രീറ്റ്മെന്റും ഫ്രീ ആണ്, സകല ശുശ്രൂഷകളും ഫ്രീ ആണ്, എല്ലാം ഫ്രീ ആയിട്ട് തരാം, നീ കുഞ്ഞിനെ എല്ലാ മാസം കൊണ്ടുവരണം, ഇതിന് ആ പനി ഉണ്ടാകും എന്ന് പറയുവാനായി. അങ്ങനെ 2.5 വർഷക്കാലം ആ കുഞ്ഞുമായിട്ട് അവൾ ആ ഹോസ്പിറ്റലിൽ ഇറങ്ങി അനേക അമ്പലങ്ങൾ കയറി, അനേക പള്ളികൾ കയറി, അനേക മസ്ജിദുകൾ കയറി, അനേക ഇടങ്ങൾ കടന്നുപോയി, നേർച്ച കാഴ്ച ചെയ്തു, വഴിപാട് ചെയ്തു, മെഴുകുതിരി കത്തിച്ചു, ഉരുണ്ടു ഒക്കെ ചെയ്തു. ഞാൻ ഒരു വിടലും കാണാൻ ഇടയായില്ല. എന്നാൽ 2.5 വർഷക്കാലം ആ കുഞ്ഞിനെ കൊണ്ട് നടന്ന് അവിടെ സാമ്പത്തികമായ എല്ലാം നഷ്ടപ്പെട്ടു, സകലം നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. ഒന്നിനും തികയാത്ത അവസ്ഥയിലായി. അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ 2.5 വയസ്സ് കഴിഞ്ഞപ്പോൾ, ആമീൻ ആമീൻ, ഞാൻ മുമ്പ് പറഞ്ഞു, ഒരു 40 വർഷം മുമ്പ് എൻ്റെ അപ്പന്റെ കൂടെ കൂട്ടുകാരനായിരുന്ന അയാളുടെ ഒരു മകൻ അല്ലെ മഹാ തെല്ലുപുള്ളി ആയിരുന്നു. അദ്ദേഹം ഡൽഹിയിലും ബോംബെയിലൊക്കെ ഫ്രോഡാക്കിയിട്ട് എല്ലാവരും പറ്റിച്ച് കളിപ്പിച്ച് അനേക പണം ഉണ്ടാക്കി. ആ ആള് 40 വർഷം മുമ്പ് ദേശം വിട്ടുപോയി. എന്നാൽ ഇന്ന് പകൽക്കാലം ഓർക്കണമേ, ആമീൻ ആമീൻ ആമീൻ, 40 വർഷം ഏകദേശ കണക്കാ പറയുന്നത്. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ സകല പ്രഭാതങ്ങളും പോയി, എല്ലാം പോയി. 15 സെന്റ് സ്ഥലം വീടും മാത്രമായി, ബാക്കി എല്ലാം നഷ്ടപ്പെട്ടു, വാഹനങ്ങൾ നഷ്ടപ്പെട്ടു, എല്ലാം പോയി. എന്റെ വീട്ടിൽ ഒന്നുമില്ല, ചെറിയൊരു ഹോട്ടലും ചായക്കടയും മാത്രമായി. ഭയങ്കരമായ ഹോട്ടലായി ചായക്കടയൊക്കെ ആയിരുന്നു. അതിന്റെ അവസ്ഥയൊക്കെ മാറി, പേരിന് മാത്രമായി. എന്നാൽ ഇന്ന് പകൽക്കാലം ഇന്നും ആ ചായക്കടയുണ്ട്, ഇന്നും ആ ഹോട്ടലുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം
ദൈവത്തിന് മുന്നിൽ ദൈവം ഒന്നിനും ഒരു കുറവ് വരുത്തതില്ല. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, എന്റെ സഹോദരിയുടെ കുഞ്ഞിന്റെ ലിവർ നഷ്ടപ്പെട്ടപ്പോൾ എന്റെ സഹോദരി വളരെ ഭാരപ്പെട്ടു, പ്രയാസപ്പെട്ടു. അത് പോയി മുട്ടാത്ത വാതിലുകളില്ല, നീട്ടാത്ത പലരുടെ മുന്നിൽ കൈ നീട്ടി. പെൺകുട്ടി ചാച്ചക്കാർ രക്തബന്ധങ്ങൾ മുന്നിൽ പലരും പോലും കൈ നീട്ടി, പലരും കൊടുത്തു. എത്ര നാൾ കൊടുക്കും, എത്ര കൊടുക്കും? മനുഷ്യന് അളവുണ്ട്, എന്നാൽ നമ്മുടെ സേവിക്കുന്ന ദൈവത്തിന് അളവില്ല. അവൻ കൊടുത്താൽ വാരി വിതറി കൊടുക്കുന്ന ഒരു ദൈവമാണ്. പകൽക്കാലം ആ ദൈവം എന്റെ സൗകര്യം കുഞ്ഞിനും കൈവിട്ടില്ല. ആമീൻ. ലോകം വിട്ടു, ബന്ധുക്കാർ വിട്ടു, ചാർച്ചക്കാർ കൈവിട്ടു, സകലതും കൈവിട്ടു. കൈവിടാത്ത ദൈവം ഉണ്ടായിരുന്നു. 40 വർഷം മുമ്പ് എന്റെ അപ്പൻ കുറെ പണം കൊടുത്ത് ദേശം ഓടിപ്പോക്കൂ, നീ എവിടെയും രക്ഷപ്പെട്ടു, ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ വ്യക്തി ഇതാ 40 വർഷം കഴിഞ്ഞ് കടന്നു വരികയാണ്. ആമീൻ, ആമീൻ. സ്വന്തം അപ്പൻ പോലും വിചാരിച്ചു ആരെങ്കിലും തല്ലിക്കൊന്ന് കളഞ്ഞു കാണും. ഞങ്ങളും എല്ലാവരും വിചാരിച്ചു, അപ്പനൊക്കെ വിചാരിച്ചു ആരെങ്കിലും കൊന്നു കളഞ്ഞ ഒരു വിവരവും ഇല്ല. എന്നാൽ ദൈവമക്കളെ ഏകദേശം 40 വർഷത്തിനകം കഴിഞ്ഞപ്പോൾ നാട്ടിൽ ആ വ്യക്തി കടന്നു വരുവാനിടയായി. ചുമ്മാ അതൊന്നും കടന്നു വന്നില്ല. അമേരിക്കയിൽ ഒരു വലിയ സഭയുടെ ദേവദാസനായി, ദാസിയായി, കുഞ്ഞുങ്ങളായി കടന്ന് നാട്ടിൽ വന്നു. അമേരിക്കയിൽ വലിയൊരു ഹോസ്പിറ്റലിലെ ഹെഡ് നേഴ്സാണ്. ഭാര്യ കേൾക്കാണ്ട് കുഞ്ഞുങ്ങൾ 2 പേർക്ക് ജോലിയുണ്ട്. ആമീൻ, ആമീൻ. അദ്ദേഹം വലിയൊരു ദൈവത്തിന്റെ ദാസനാണ്. സഭയിലെ അമേരിക്കയിലെ കടന്ന് എന്റെ വീട്ടിൽ വന്ന് എന്റെ വീട്ടിലെ സാഹചര്യങ്ങൾ കണ്ടപ്പോൾ നെഞ്ചത്ത് കൈയടിച്ച് കരഞ്ഞു. അല്ലെങ്കിൽ ഇതെന്ത് സംഭവിച്ചു, എങ്ങനെയായി, ചാപ്പ് എവിടെ, വാഹനങ്ങളുടെ വസ്തു എവിടെ, സമ്പത്ത് എവിടെ, സ്വത്ത് എവിടെ, എന്തു പറ്റി? അയാൾക്ക് അറിയുവാനിടയായി. ഞങ്ങളെയൊക്കെ അന്വേഷിച്ചു. ഞങ്ങളൊക്കെയും പലയിടങ്ങളിലായിപ്പോയി. അല്ലെങ്കിൽ എന്നെ അന്വേഷിച്ചു. അവൻ എവിടെയാണ്? അവൻ ഡൽഹിയിലാണ്, കുടുംബം അവിടെ താമസിക്കുന്നു. എന്ന് പറഞ്ഞു പ്രയാസപ്പെട്ടു. എന്റെ വന്നു കഴിഞ്ഞ് എന്റെ പെങ്ങളെ കണ്ടപ്പോൾ 10-15,000 രൂപ എടുത്ത് കൊടുത്തു. കുഞ്ഞിനെ ചെക്കപ്പ് ചെയ്യേ, നീ നോക്ക്, എങ്കിലും അതിനെ ഹെൽപ്പ് ചെയ്യാൻ. ആ 15 രൂപ കൊണ്ട് 2-3 ഹോസ്പിറ്റൽ നടന്നു, പൈസ തീർന്നു, തിരിച്ചു വന്നു. ഹല്ലേലൂയ. പിന്നെയും ദൈവത്തിന്റെ ആത്മശക്തമായി ആ ദൈവത്തിന്റെ ദാസം ഇടപെടാൻ ഇടയായി. ഒരു കാര്യം പറഞ്ഞു, കുഞ്ഞെ, ഇതിനൊരു വഴിയേ ഉള്ളൂ. ഞാൻ എങ്ങനെയായിരുന്നുവെന്ന് നിന്റെ സഹോദരന്മാരോട് ചോദിക്കണം. ഞാൻ എങ്ങനെയായിരുന്നെന്ന് അപ്പന്മാരോട് ചോദിക്കണം. എന്റെ അപ്പനോട് ചോദിക്കണം ഞാൻ എങ്ങനെയായിരുന്നെന്ന്. എന്റെ അപ്പനും ചിന്തിച്ചു, ഒരിക്കൽ ഞാൻ അങ്ങ് ചത്താ മതിയായിരുന്നുവെന്ന്. എന്നാൽ ഇന്ന് പകൽക്കാലം സർവ്വജ്ഞനായ ദൈവം എന്നെ ഈ ഭൂമിയിൽ നിർത്തിയത് നിനക്ക് വേണ്ടിയാ ഞാൻ ദേശം വിട്ടു പോയത്. ഇന്ന് പകൽക്കാലം ആമീൻ, ആമീൻ. രക്തബന്ധങ്ങൾ വിചാരിച്ചു. ആമീൻ. ജോസഫ് ഈ പൊട്ടക്കണത്തിൽ കിടക്കും, ഇവനിനി ഒരു ഉത്തരവില്ല, ഇനി ഒരു ഉയർച്ചയില്ലെന്നൊക്കെ ഇവൻ ചിന്തിച്ചെങ്കിൽ, ആമീൻ, സ്വന്തം സഹോദരങ്ങൾ ചിന്തിച്ചെങ്കിൽ, പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന യോസഫിന് ഒരു വാഗ്ദത്തം സ്വർഗം കൊടുത്തിട്ടുണ്ടായിരുന്നു. മിസ്രയീമിന്റെ രാജാവായി നിന്നെ വാഴ്ത്തിവന്ന്. അത് സ്വപ്നം കണ്ടത് കാരണം ആമീൻ രക്തബന്ധങ്ങൾ അവനെ എടുത്ത് പൊട്ടക്കിണറ്റിൽ കളഞ്ഞെങ്കിലും, 30 വെള്ളിക്കാശിനെ വിറ്റെങ്കിലും, കടവറയിലായെങ്കിലും അവനെ ദൈവ വാഗ്ദത്തം പോലെ മിസ്രയീമിന്റെ രാജാവാക്കിയതുപോലെ ആമീൻ, ആമീൻ. ഇന്ന് പകൽക്കാലം കുഞ്ഞെ, ഞാൻ എങ്ങനെയായിരുന്നെന്ന് എനിക്ക് എടുത്തില്ല, അപ്പൻ അറിയത്തില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവം എന്നെ കണ്ടതുകൊണ്ടാ ഞാൻ ഈ വീടിന് മുന്നേ വന്ന് ഈ സാഹചര്യത്തിൽ നിങ്ങളെ കാണുവാൻ ഇടയായത്. ഒരു കാര്യം ഓർക്കണം, നീ ഭയപ്പെടണ്ട, നീ ഭാരപ്പെട്ടു പോകരുത്, നീ പ്രയാസപ്പെട്ടു പോകരുത്. നിന്റെ കുഞ്ഞ് സൗഖ്യമാകും. പൂർണ്ണമായി വിശ്വസിക്കുക, ഈ കുഞ്ഞ് സൗഖ്യമാകും. ഈ കുഞ്ഞിൽ മേൽ വിടുതലുണ്ട്. ഈ പെൺകുഞ്ഞിനെ ദൈവം കരങ്ങൾ ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യം എന്റെ അപ്പനും അമ്മയും ഒന്നും കാണാതെ ഹല്ലേലൂയ എന്റെ സഹോദരൻ രഹസ്യമായി പറഞ്ഞു, ഈ ശോഭനെ ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം എന്നെ ബോംബെയിലെ ഓടയിൽ നിന്നും എടുത്തുകൊണ്ട് പോയത്. ആരാണ്ട് തല്ലി എടുത്തു അടിച്ച് ഓടയ്ക്ക് അത് കളഞ്ഞിരുന്നു. അവിടുന്ന് ആരോ എടുത്തുകൊണ്ട് പോയി. ആ നേഴ്സ് അവൾ ഹോസ്പിറ്റലിൽ ചെന്ന് നേഴ്സുമായി ബന്ധത്തിലായി. എങ്ങനെയാണ് അദ്ദേഹം വിദേശത്ത് പോയി. ദൈവനെ ഓടയിൽ കിടക്കുന്നവനെ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അവനെ ആ സ്വർഗത്തിന് ആവശ്യം. ഇന്ന് പകൽക്കാലം അന്ധകാരത്തിൽ ഇരിക്കുന്നവനെ അത്ഭുത പ്രകാശം നടത്തുന്ന ദൈവം, ഇരുട്ടിലിരിക്കുന്നവനെ അത്ഭുത പ്രകാശം കാണിക്കുന്ന ഒരു ദൈവം. ഇന്ന് പകൽക്കാലം 12 വർഷക്കാലമായി രക്തസ്രാവത്തിൽ പാറപ്പെട്ട്, ആരാളും തയ്യപ്പെട്ട്, ആരാളും തടയപ്പെട്ട്, പാളയത്തിന് പുറത്ത് ആക്കിയിരിക്കുന്ന 12 വർഷക്കാലമായ രക്തസ്രാവ സ്ത്രീയെ പോലെ ആയിരിക്കുന്ന എന്റെ സഹോദരിയുടെ അവസ്ഥ കണ്ടപ്പോൾ ദൈവം ഇതാ ഒരു ദൂതനെ അമേരിക്കയിൽ നിന്ന് അയച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മൂത്തമ്മയുടെ കല്യാണത്തിന് വേണ്ടി അദ്ദേഹം കടന്നു വന്നതാണ്. ആമീൻ. അദ്ദേഹം പറയാൻ കുഞ്ഞെ, ഒരു ജീവനുള്ള ഒരു ദൈവമുണ്ട്. ആരും അറിയാതെ, ആരും കാണാതെ, ജാതീയ പാരമ്പര്യത്തിൽ നിൽക്കുന്ന എന്റെ അപ്പനും ഞങ്ങളും അറിയാതെ എന്റെ സഹോദരനോട് പറഞ്ഞു, ഒരു ജീവനുള്ള പുസ്തകമുണ്ട്, അതാണ് ഈ ബൈബിൾ.
ഇത് നിനക്കിന്ന് തരിക. ഇത് നീ വായിക്കണം, ഇത് നീ പഠിക്കണം, ഇത് നീ ഇന്ന് പകൽക്കാലം വായിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഇന്ന് പകൽക്കാലം ദൈവം ഈ നിമിഷം മുതൽ കൊടുക്കും. അതിനാ ദൈവം എന്നെ കൊണ്ടുവന്നത്. ഈ ഭവനത്തിനൊരു വിടുതലുണ്ട്. ആമീൻ. ഇന്ന് നിനക്കൊരു വിടുതലുണ്ട്. ഇന്ന് പകൽ ദൈവപ്രവൃത്തി പാടും ഇന്ന് മുതൽ വെളിപ്പെടും. നീ പ്രാർത്ഥിച്ചു എന്ന് പറയുവാനിടയായി. എന്റെ സഹോദരി 2 കൈയും നീട്ടി അത് വാങ്ങി. കാരണം അവിടെ സാഹചര്യം അതായിരുന്നു. എന്ത് കിട്ടിയാലും വാങ്ങിക്കുക. വാങ്ങിച്ചിട്ട് ആരും അറിയാതെ, എന്റെ അപ്പൻ അറിയാതെ, എന്റെ അമ്മ അറിയാതെ, സ്വന്തം ഭർത്താവ് അറിയാതെ, രക്തബന്ധങ്ങൾ ആരും അറിയാതെ ഒളിച്ചുപോയി അനേക പ്രാർത്ഥനകളിൽ എന്റെ സഹോദരി സംബന്ധിപ്പാനിടയായി. അനേക ഉപവാസ പ്രാർത്ഥനകളിൽ, അനേക ഹലിയ മീറ്റിങ്ങുകളിൽ പോയി ആരും അറിയാതെ തലകട തുണിയിട്ട് ഇരുന്ന് പല പ്രശ്നങ്ങൾ സംബന്ധിപ്പാനിടയായി. കാരണം എന്റെ മകൾക്ക്, എന്റെ ഈ സഹോദരിയെ ഞങ്ങളെയൊക്കെ എല്ലാവരും അറിയുന്നതാണ്. അതുകൊണ്ട് പൊതുവായി പോയി ഇരിക്കാൻ പറ്റത്തില്ല. എന്റെ അപ്പൻ അറിഞ്ഞാൽ പിന്നെ അത് വിഷയമാണ്. അതുകൊണ്ട് ആരും അറിയാതെ എന്റെ സഹോദരി പോയി പല ഇടങ്ങളിൽ, പല നാളിൽ, പല മാസങ്ങളിൽ പോയി പല മീറ്റിങ്ങുകളിൽ കൂടി 6 മാസം കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ഒരു ഉപവാസ പ്രാർത്ഥനയില് ഒരു ദൈവത്തിന്റെ ദാസൻ ഇറങ്ങി വന്ന് പറയുവാനിടയായി, നിനക്ക് സകലതും നഷ്ടപ്പെട്ടു പോയി. ആമീൻ, ആമീൻ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദേവദാസൻ ആലോചന പറയുക. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ 12 വർഷക്കാലമായി രക്തസ്രാവത്താൽ ഭാരപ്പെട്ട് സകലകാലം തഴയപ്പെട്ട് സ്വത്ത് നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു, സകലതും നഷ്ടപ്പെട്ടു. ഇനി ഒന്നുമില്ല നഷ്ടപ്പെടുവാൻ. ആ രാജ്യത്ത് രോഗമല്ല, അതൊന്നുമില്ല, സൗഖ്യമില്ല. ഇങ്ങനെ പലരും ചിന്തിച്ച സ്ഥാനത്ത് ആമീൻ, ആമീൻ രക്തസ്രാവക്കാരിയ സ്ത്രീ കേൾപ്പാനിയായി. യേശുവിനെ പറ്റി കേട്ടപ്പോൾ അവന്റെ തൊങ്കൽ തൊട്ടാൽ എനിക്കൊരു വിടുതലുണ്ടെന്ന് ആമീൻ ഹല്ലേലൂയ രക്തസ്രാവക്കാരി വിചാരിച്ചതുപോലെ ഈ ബൈബിളും കൊണ്ട് നടന്നാൽ എനിക്കൊരു വിടുതലുണ്ട്, എനിക്കൊരു സൗഖ്യമുണ്ട്, എനിക്കൊരു നന്മയുണ്ടെന്ന് അവളുടെ ഹൃദയത്തോട് ആരോ സംസാരിച്ചതുപോലെ 6 മാസക്കാലം ആരും അറിയാതെ ഈ തിരുവചനവുമായി അനേക ഇടങ്ങളിൽ കടന്നുപോയി എന്റെ സഹോദരി പ്രാർത്ഥിപ്പാനിടയായി. 6-ാം മാസത്തിൽ ഹല്ലേലൂയ ഒരു വലിയ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന സമയമായി വന്നു. ഹല്ലേലൂയ 6 മാസത്തെ കഴിഞ്ഞപ്പോൾ ഒരു ഉപവാസ പ്രാർത്ഥന ദിവസം, 7 ദിവസം ഉപവാസ പ്രാർത്ഥന മധ്യത്തിൽ 7-ാം ദിവസം അന്ന് ഈ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ആക്കേണ്ട ദിവസമാണ്. ചെറിയ പനി ഉണ്ട് ഇതിന്. എന്നാൽ അവള് പറഞ്ഞു, ചിന്തിച്ചു ഈ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ആശുപത്രിയിലേക്ക് പോകാം. ഇന്ന് പകൽക്കാലം 7-ാം ദിവസം ആ ഉപവാസ അവസാന നിമിഷം എങ്ങുന്നോ കടന്നൊരു ദൈവദാസൻ ഓടി വന്ന് കരം വെച്ചിട്ട് പറഞ്ഞു, ആമീൻ, ആമീൻ പാളയത്തിന് പുറത്തിരിക്കുന്ന നിന്നെ ഇന്ന് പകൽക്കാലം സ്വർഗം പാളയത്തിനകത്ത് കൊണ്ടുവരുവാൻ പോകുന്നു. ആമീൻ, ആമീൻ. ഇന്ന് പകൽക്കാലം യേശുവിന്റെ തൊങ്കൽ തൊട്ടാൽ നിനക്കൊരു വിടുതലുണ്ടെന്ന് ഇന്ന് പകൽക്കാലം സ്വർഗം വിളിച്ചു പറഞ്ഞ് ആലോചന കൊടുത്തപ്പോൾ എന്റെ സഹോദരി തുള്ളിച്ചാടി ആരാധിച്ച് പ്രാർത്ഥിച്ച് ആമീൻ, ആമീൻ അവിടുന്ന് കുഞ്ഞുമായി ഉപവാസപ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങിപ്പോകുവാൻ ഇടയായി. ഇന്ന് പകൽക്കാലം ഓർക്കണമേ, ആ കുഞ്ഞുമായി നേരെ പുഷ്പഗിരി ഹോസ്പിറ്റലിൽ ചെന്നു. കൊച്ചിനെ അഡ്മിറ്റ് ചെയ്തു. അന്നപ്പോൾ ഡോക്ടേഴ്സ് വന്ന് പറഞ്ഞു, പനി ഇല്ല, അതുകൊണ്ട് ഇന്നിതിനെ അഡ്മിറ്റ് ചെയ്യേണ്ട, കഫം എടുത്തിട്ട് തിരിച്ചുവിടാം. എല്ലാ പ്രാവശ്യം ചെല്ലുമ്പോൾ 103, 102 പനിയുണ്ട്, ഒരു കുറെ കഫം ഇങ്ങനെ ഫുൾ ഫില്ലായി നിൽക്കും. അതിന് മൊത്തം എടുത്തു കളയും, ബോട്ടിൽ വഴി എടുത്തു കളയും, മെഷീൻ വഴി എടുത്തു കളയുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ ഇന്ന് കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ സാധിച്ചൊക്കെ പറഞ്ഞു, പനിയില്ല, കുഴപ്പമില്ല, നോർമലാ, അഡ്മിറ്റ് ചെയ്യേണ്ട, കഫം എടുത്തിട്ട് തിരിച്ചുവിടാം എന്ന് പറയുവാനിടയായി. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവത്തിന്റെ ദാസിയെ കേൾക്കണമേ. ഹല്ലേലൂയ കുഞ്ഞിന്റെ കഫം എടുക്കുവാൻ അവര് മെഷീൻ ഫിറ്റ് ചെയ്തു, കഫം എടുത്തു. ഹല്ലേലൂയ. അവര് ചിന്തിക്കാത്ത, അവർ കരുതാത്ത, ലോകത്താരും ചിന്തിക്കാത്ത ചില ദൈവപ്രവൃത്തികൾ അവിടെ വെളിപ്പെടുവാനിടയായി. അവരുദ്ദേശിച്ച ചിന്തിച്ച അപ്പുറം ഒന്നും സംഭവിച്ചില്ല. കഫത്തിന്റെ അളവ് ഏറെ കുറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ഡോക്ടേഴ്സ് ചോദിച്ചു, ഹല്ലേലൂയ നീ ഇതാരെ കണ്ടേ? ഡോക്ടറെ കണ്ടോ? വൈദ്യരെ കണ്ടോ? നാട്ടുവൈദ്യരെ കണ്ടോ? എന്താ സംഭവിച്ചത്? അവള് പറഞ്ഞു, ഞാനൊരു ഡോക്ടറെ കണ്ടു, 6 മാസമായി ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അദ്ദേഹം സൗഖ്യമാക്കുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതാരാണെന്ന് ഈ കുഞ്ഞ് സൗഖ്യമാകുമ്പോൾ ഞാൻ പറയാം ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് അവള് കുഞ്ഞുമായോട് ഇറങ്ങിപ്പോരുവാൻ ഇടയായി. ദൈവത്തിന്റെ വചിലെ ഇന്ന് പകൽക്കാലം ഒന്ന് ഓർക്കണമേ. ഹല്ലേലൂയ. ദൈവം ഒന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് അവൻ നമ്മളെ കൊണ്ട് ചെയ്തെടുപ്പിക്കുക തന്നെ ചെയ്യും. ഇന്ന് പകൽക്കാലം ഒരു വലിയ ദൈവപ്രവൃത്തി എന്റെ വീട്ടിൽ വെളിപ്പെടുകയായിരുന്നു. ആമീൻ, ആമീൻ. അങ്ങനെ പല ഉപവാസപ്രാർത്ഥന കടന്നുപോയി. 9 മാസമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വ്യക്തി കടന്നുപോയി, ഈ കൂട്ടുകാരൻ കടന്നു പോയി. ഞാൻ 1 വർഷം കഴിഞ്ഞ് വരും, 10 മാസം 15 മാസം കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞ് കടന്നു പോകുവാൻ, മോളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞാനും ആ വിവാഹത്തിൽ സംബന്ധിച്ചു കടന്നു പോകുവാൻ ഇടയായി. എന്നാൽ ഇന്ന് പകൽക്കാലം ഒരു കാര്യം ഓർക്കണമേ.
ആമീൻ ആമീൻ. പല ഉപവാസ എന്റെ സഹോദരി ആരും അറിയാതെ പോകാൻ തുടങ്ങി. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഹല്ലേലൂയ 9-ാം മാസം ആമീൻ 21 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കുന്ന ഒരു സഭയില് എന്റെ സഹോദരി കടന്നുപോയി. ആമീൻ 21 ദിവസക്കാലവും അവൾ ആ കൂട്ടായ്മയ്ക്ക് പോയി. 21-ാം ദിവസം ഹല്ലേലൂയ വലിയൊരു ദൈവപ്രവൃത്തിയോട് ബലപ്പെടുവാനിടയായി. ആമീൻ ആമീൻ ഹല്ലേലൂയ. ഉപവാസ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് വചന ശുശ്രൂഷ തുടങ്ങി. വചന ശുശ്രൂഷ കഴിഞ്ഞ് നടക്കുന്നതിനിടയ്ക്ക് ഹല്ലേലൂയ തമിഴ്നാട്ടിൽ നിന്ന് ഒരു ദൈവത്തിന്റെ ദാസൻ വന്നിട്ട് എന്റെ സഹോദരിയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു പറഞ്ഞു, ചില പാരമ്പര്യത്തിന്റെ കെട്ടുകളെ ഈ നിമിഷം ഞാൻ എടുത്തു മാറ്റും, ചില ബന്ധനങ്ങളെ അടിച്ചു കളയും, നിനക്കൊരു ദൈവം ഇന്ന് പകൽക്കാലം ഉണ്ടാകും എന്ന് പറ എന്റെ സഹോദരി അവിടെ കിടന്ന് തുള്ളിച്ചാടി മറിഞ്ഞ് അവിടെ ശരീരത്തിൽ നല്ല ജാതീയ പാരമ്പര്യത്തിലെ ചില അവൾ വിട്ടു പോവാനിടയായി. ആമീൻ. ഇന്ന് വാക്കാലം ഹല്ലേലൂയ അവൾ വളരെ വയലന്റ് ആയിട്ട് അവിടെ ഓടിച്ചാൽ എന്റെ ശരീരത്തിൽ നിന്ന് എന്റെ കഴുത്തിൽ നിന്ന് വലിയൊരു ഭാരം ഇറങ്ങിപ്പോയി. ഞാൻ ഫ്രീ ആയി. എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. വലിയൊരു ദൈവവിടൽ എന്റെ ശരീരത്തിൽ എനിക്ക് അനുഭവപ്പെട്ടു എന്ന് പറയാനായിരിക്കും. ദൈവത്തിന്റെ ആശയെ അത് കഴിഞ്ഞ പ്രിയപ്പെട്ട ദാസൻ ഹല്ലേലൂയ ഹല്ലേലൂയ ഓടി കടന്നുപോയി. ഹല്ലേലൂയ എന്റെ കുഞ്ഞിന്റെ തലയെ കൈ വെച്ചു. ആമീൻ. ആ കുഞ്ഞിന്റെ തലയെ കൈ വെച്ചിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്നെ ഞാൻ സൗഖ്യമാക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽ നിന്റെ മേൽ ഞാൻ അത്ഭുതങ്ങളെ അയക്കും. ലോകത്ത് നാനാ ഭാഗങ്ങളിൽ വിടുതൽ ഞാൻ അയച്ചിരിക്കുന്നു. സൗഖ്യം വന്നിരിക്കുന്നു. കടന്നുപോയി കൊടുക്കാനിടയായി. എന്റെ കുഞ്ഞുമായി രാത്രി പകൽക്കാലം എന്റെ സഹോദരി പുഷ്പരി ഹോസ്പിറ്റലിൽ വീണ്ടും പോയി. 6-ാം മാസം ഒരു ആലോചന കിട്ടി. 9-ാം മാസം ഒരു ആലോചന കിട്ടി. 1 മാസം ആലോചന പറയുന്നു, എന്നെ ഞാൻ സൗഖ്യമാക്കുന്ന ദൈവമാണ്. ആമീൻ ആമീൻ ആമീൻ. ഓടിച്ചെന്റെ സഹോദരി ഹല്ലേലൂയ പുഷ്പരി ഹോസ്പിറ്റലിൽ ചെന്ന് ഹല്ലേലൂയ എന്റെ കുഞ്ഞിന്റെ കർത്താവ് സ്തോത്രം ചെന്നു. 3 വർഷം കഴിഞ്ഞൊരു ചെക്കപ്പ് ചെയ്യാനുണ്ടായിരുന്നു. പണം ഇല്ലാത്തതിനാൽ അവൾ അത് ചെയ്തില്ല. അത് പെൻഡിങ്ങിൽ വെച്ചിരുന്നു. ആമീൻ. ഡോക്ടേഴ്സ് പറഞ്ഞു, ആ ചാർജും ഞങ്ങൾ ചെയ്തോളാം, ആ സ്കാനിങ് ഞങ്ങൾ ചെയ്തോളാം, നീ പൈസ തരണ്ട, ഞങ്ങൾ അതിന്റെ സ്കാൻ ഞങ്ങൾ ചെയ്തോളാം. ഇന്ന് കുഞ്ഞ് ഞങ്ങൾ സ്കാൻ ചെയ്യാൻ പോവുകയാണ് എന്ന് പറയുവാനിടയായി. അവൾ പറഞ്ഞു, എന്റെ കുഞ്ഞിനെ സ്കാൻ ചെയ്യേ. ആമീൻ. നമുക്ക് സൗഖ്യം കിട്ടിയിരിക്കുന്നു എന്ന് പറയാനിടയായി. എന്നാൽ ഇന്ന് പകൽക്കാലം ഡോക്ടേഴ്സിന്റെ കുഞ്ഞിനെ സ്കാൻ ചെയ്തു. അവരുടെ കുഞ്ഞിനെ ചരിച്ചും കിടത്തിയൊക്കെ ഇത് സ്കാൻ ചെയ്തു എന്ന് കേട്ടെ. ആമീൻ ആമീൻ. അതിന്റെ എക്സ്റേ എടുത്തു, അതിന്റെ ബ്ലഡ് പരിശോധിച്ചു. വീണ്ടും അതിന്റെ സ്കാൻ എടുത്തപ്പോൾ ദൈവത്തിന്റെ ആത്മശക്തമായി അവിടെ ഇറങ്ങിയെന്ന് ഡോക്ടേഴ്സിന് മനസ്സിലായി. ഇന്ന് പകൽക്കാലം അവർ വിദേശ ഡോക്ടേഴ്സുമായി കൺസൾട്ട് ചെയ്തു. ആമീൻ ആമീൻ. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, എന്താണെന്ന് അറിയത്തില്ല. ലിവർ ഇല്ലായിരുന്നു. ലിവറിന്റെ സ്ഥാനത്ത് കാഷ്യൂനട്ട് സാധനം ഉള്ളായിരുന്നു. ഞങ്ങൾ പക്ഷേ 7 വയസ്സായി മരിച്ചു എന്ന് പറഞ്ഞു. ഇന്നിപ്പോ അതിന് 3 വയസ്സും 3 വയസ്സും 3 മാസവുമായി. ഇന്ന് പകൽക്കാലം എന്താ സംഭവിക്കും ഞങ്ങൾ അറിയത്തില്ല. അവർ പറഞ്ഞപ്പോൾ ആ വിദേശത്ത് ഒരു വലിയ റിപ്ലൈ വരുവാനിടയായി. അവർ വിളിച്ചു പറഞ്ഞു, ദൈവശാസ്ത്രമായി വൈദ്യശാസ്ത്രമല്ല, ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ട്രീറ്റ്മെന്റിനപ്പുറം ഒരു ട്രീറ്റ്മെന്റ് നടന്നിരിക്കുന്നു. ഇന്ന് പകൽക്കാലം വിദേശത്ത് വിളിച്ചു പറഞ്ഞു, ഒരു മിറക്കിൾ സംഭവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പൂർണ്ണമായ ഒരു കരൾ ആ കുഞ്ഞിന് ദൈവം ഇന്ന് പകൽക്കാലം കൊടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. എന്റെ സഹോദരിയോട് കിടന്ന് ചാടി തുള്ളിച്ചാടി അവിടെ മരുന്ന് മക്കൾ എറിഞ്ഞ് പൊട്ടിച്ചു. അവൾ പറഞ്ഞു, എന്റെ കുഞ്ഞിന് സൗഖ്യമായി. ഞാൻ വിളിക്കും ദൈവമുണ്ട്, അതാണ് എന്റെ യേശു. ഈ ദൈവം അവൾ ബൈബിൾ എടുത്ത് കാണിച്ചു. ഈ വൈദ്യരെ ഞാൻ കണ്ടത്, ഈ വൈദ്യ സൗഖ്യമാക്കി എന്നോട് 1 വർഷം മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു. ഈ വൈദ്യർ ഇന്ന് 9-ാം മാസം എന്റെ കുഞ്ഞിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ച് എന്റെ കഷ്ടങ്ങളെ മാറ്റി, എന്റെ ഭാരങ്ങളെ മാറ്റി, എന്റെ പ്രയാസങ്ങളെ മാറ്റി, എന്റെ ആകുല ചിന്തകളെ മാറ്റി. ഇതാ അവർ പൂർണ്ണമായ കവർ കൊടുത്ത് കുഞ്ഞിനെ ഈ പകൽക്കാലം ഇതാ രക്ഷിച്ചു പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. ഇന്ന് പകൽക്കാലം സക്കായി ആഗ്രഹിച്ചതുപോലെ, ആമീൻ ആമീൻ, ഹന്ന കരഞ്ഞതുപോലെ, ആമീൻ ആമീൻ, ആഗാർ കരഞ്ഞതുപോലെ ഇന്ന് പകൽക്കാലം കൈവിടാത്ത ദൈവമുണ്ട് നമ്മുടെ. ആ ദൈവം കൈവിടത്തില്ല. കണ്ണീരും നീക്കി നിൽക്കുന്ന ദൈവമാ. അവൻ അത്ഭുതങ്ങളുടെ രാജാവായി. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവീയമായി വലിയൊരു വിടുതൽ ഇന്ന് പകൽക്കാലം നമ്മുടെ ഓരോ ഭവനത്തിൽ വ്യക്തിയിൽ സംഭവിക്കട്ടെ. ഇന്ന് പകൽക്കാലം കണ്ടോ, ഈ കുഞ്ഞുമായി എന്റെ സഹോദരി എന്റെ വീട്ടിലേക്ക് ഓടി. എന്റെ അപ്പൻ മദ്യപിച്ച് അല്ലെ വല്ലാത്ത അവസ്ഥയിൽ ഹോട്ടലിൽ ഇരിക്കുകയായിരുന്നു. 2-3 ഊണുകാരുണ്ട്. അപ്പനെ ഓടിച്ചെന്ന് പറഞ്ഞു, ആമീൻ ആമീൻ, ഈ ഇരിക്കുന്ന ദൈവമല്ല, ഈ ഇരിക്കുന്നൊക്കെ മറുപടി ഇല്ലാത്ത ദൈവമാണ്. എന്റെ കടക്കകത്ത് മൊത്തം ഇങ്ങനെ ദൈവങ്ങളെ നിരത്തി വെച്ചിരിക്കുകയാണ്. മൊത്തം 4 സൈഡിലും വീടിനകത്തൊക്കെ ദൈവങ്ങളെ ഇങ്ങനെ പലയടിച്ച് നിരത്തി അതിൽ
ഞാൻ ഇട്ടിരിക്കുകയാണ്. അവൾ പറഞ്ഞു, ഇതൊന്നും ദൈവമല്ല, ഈ ഇത് ദൈവമല്ല, ഇത് മിഥ്യാമൂർത്തിയാ, മിഥ്യയാണ്, ഇതല്ല ദൈവം, ജീവനുള്ളതും അച്ഛാ ഇതാണ്, ഈ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിക്കൂ, രക്ഷ കിട്ടുമെന്ന് പറയാനിടയായി. എന്റെ അപ്പന്റെ നേരെ ഞങ്ങൾ പോലും സംസാരിച്ചിട്ടില്ല. എന്നാൽ എന്റെ സഹോദരി പോയി തൻ്റെ ഇടവെന്ന് അപ്പോഴോട് പറഞ്ഞു, ഇതാണ് ജീവനുള്ള ദൈവം, ഈ ദൈവം എന്റെ കുഞ്ഞിനെ സൗഖ്യമാക്കിയിരുന്നു, അവർക്ക് കരൾ കൊടുത്തിരിക്കുന്നു, ഞാൻ ദൈവത്തെ സേവിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ എന്റെ അപ്പന് വളരെ സന്തോഷവും പ്രയാസവും തോന്നി. എന്റെ അപ്പൻ നേരെ ഹോസ്പിറ്റലിലേക്ക് ഓടി. അവിടെ ചെന്ന് പേപ്പേഴ്സ് കാണിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞങ്ങളാൽ ചെയ്തതല്ല, ഞങ്ങൾക്ക് കഴിയത്തില്ല, ഞങ്ങൾ ചെയ്തതല്ല, ഇതെന്റെ ദൈവമാണ് ചെയ്തത്. കോന്നിയിൽ ചെന്ന എന്റെ അച്ഛന്റെ കൂട്ടുകാരൻ ഡോക്ടറുമായി പുഷ്പഗിരി ഹോസ്പിറ്റലുമായി ഡോക്ടേഴ്സ് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമാണിത്, ഇത് ദൈവം ചെയ്തതാണ്, ഇത് വൈദ്യശാസ്ത്രത്തിന്റെ ഒന്നുമല്ല, ഇത് വലിയൊരു അത്ഭുതം, മിറക്കിൾ സംഭവിച്ചിരിക്കുന്നു, പൂർണ്ണമായ ലിവർ ആ കുഞ്ഞിന് കൊടുത്തിരിക്കുന്നു, അവർക്ക് യാതൊരു അസുഖങ്ങളും ഇല്ല, അവൾ ഇനി ജീവിക്കുന്നു പറയുവാനിടയായപ്പോൾ എന്റെ അപ്പനും വളരെ സന്തോഷം തോന്നി. എന്റെ അപ്പൻ തിരിച്ചെന്റെ ഭവനത്തിലേക്ക് ഓടിച്ചത് 10 കിലോമീറ്ററിന് പോന്നി എന്റെ വീടുമായിട്ട്. അപ്പൻ ഓടി ജീപ്പിൽ കയറി. ഹല്ലേലൂയ. എന്റെ വീട്ടിൽ വന്നപ്പോൾ ഇങ്ങനെ വിറക് കീറി അടക്കിയിട്ടുണ്ട് എരിക്കാൻ വേണ്ടി. അതില് ഒരു വിറകുള്ളി എടുത്ത് എന്റെ അപ്പൻ ഓടി കടക്കകത്ത് കയറി. എന്റെ അമ്മ എന്റെ സഹോദരി ഇറങ്ങി ഓടി. അവർ വിചാരിച്ച് ഇവിടെ തെല്ലാം ചെല്ലുകയാണെന്ന്. എന്നാൽ ഇന്ന് പകൽക്കാലം കൊണ്ടുകൊണ്ടിരിക്കുന്നവരെ പിടിച്ചു മാറ്റിയിട്ട് എന്റെ അപ്പൻ ദൈവത്തിലെ മൊത്തം അടിച്ചു പൊട്ടിച്ച് വെളിയിലിട്ട് തീയിട്ടു. ഇങ്ങനെ ഒരു ദൈവമില്ല, ഞാൻ SNDP ഉണ്ടാക്കുമെങ്കിൽ ഇവിടെ ഞാൻ ദൈവത്തിന്റെ ആലയം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് എന്റെ ഭവനത്തിൽ എന്റെ അപ്പൻ ഒരാലയം തുടങ്ങുവാനിടയായി. അതാണ് ദൈവത്തിന്റെ പ്രവൃത്തി എന്റെ ഭവനത്തിൽ വെളിപ്പെടാൻ തുടങ്ങിയത്. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ ഉളവാക്കാൻ കഴിയുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലം നമുക്കുണ്ട്. ആ ദൈവം നമ്മളെ കൈവിടത്തില്ല. ആ ദൈവത്തിന്റെ പദ്ധതികൾ വേറെയാ. ഇന്ന് പകൽക്കാലം എന്റെ അപ്പൻ SNDP ഇടിച്ച് മാറ്റി നിരത്തി കളഞ്ഞു. ഇത് വേറെയാക്കി. ഞങ്ങളുടെ വീട് വേറെയാക്കി. എന്റെ വീട്ടിൽ ആരാധന തുടങ്ങിയപ്പോൾ രക്തബന്ധങ്ങൾ ബഹളം ഉണ്ടാക്കി, ബന്ധു ചാച്ചക്കാർ ബഹളം ഉണ്ടാക്കി, ദേശക്കാർ ബഹളം ഉണ്ടാക്കി. ആര് ബഹളം ഉണ്ടാക്കിയാലും എനിക്ക് വിഷയമല്ല. എന്റെ ഭവനത്തിൽ ഞാൻ ആലയം തുടങ്ങുവാനിടയായി. അത് വലിയ സംഭവമായി തീരുവാനിടയായി. അങ്ങനെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തു. എന്റെ അപ്പനും അമ്മയും ഹല്ലേലൂയ ഹല്ലേലൂയ. എന്റെ അളിയനും എന്റെ സഹോദരിയും 3 കുഞ്ഞുങ്ങളെല്ലാവരെല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ സ്ഥാനപ്പെടുവാനൊക്കിടയായി. എന്റെ ഭവനത്തിൽ 10 പേര് അന്ന് ദൈവത്തെ സ്ഥാനപ്പെടുവാനിടയായി. ദൈവത്തിന്റെ പ്രവൃത്തിയോട് വെളിപ്പെടുവാൻ തുടങ്ങി. ദേശം ഇളകി, ചാച്ചക്കാരിളകി, ആരിളകിയാലും ഞങ്ങൾക്ക് പ്രശ്നമുള്ള എന്റെ അപ്പൻ പറയാനിടയായി. അങ്ങനെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടത് കൊണ്ട് ഇന്ന് വാക്കാൽ ജീവനുള്ള ദൈവത്തെ കാണുവാൻ ഇടയായി. എന്നാൽ ഞാൻ ദൈവത്തെ അറിഞ്ഞതോ ഹല്ലേലൂയ, എന്റെ കുടുംബം ദൈവത്തെ അറിഞ്ഞല്ല. ഇത് സാക്ഷ്യം വേറെ ഉണ്ട്. ഇന്ന് പൽക്കാലം നമ്മൾ ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്താൽ നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവം, ഇന്ന് പൽക്കാലം നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവം, നമുക്ക് രക്ഷിക്കുന്ന ഒരു ദൈവം ഇന്ന് പൽക്കാലം ഉണ്ട്. അവൻ നമ്മളെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ. നോഹയോട് ദൈവം പറഞ്ഞു, നോഹേ, നീ ഒരു പെട്ടകം ഉണ്ടാക്കണം. ആമീൻ. ജനം പാപത്താൽ മുങ്ങിപ്പോയിരിക്കുന്നു. ജനം പാപത്തിൽ അടിമപ്പെട്ടു പോയിരിക്കുന്നു. ഈ ജനത്തിന് അനുസരണയില്ല. ഈ ജനം പറഞ്ഞാൽ കേൾക്കത്തില്ല. നോഹേ, നീ അതുകൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞ അളവിൽ, ഹല്ലേലൂയ, ഞാൻ പറഞ്ഞ രീതിയിൽ, ഞാൻ പറഞ്ഞ രൂപയിൽ, ഹല്ലേലൂയ. ഇന്ന് പക്കൽ നീ ഒരു പെട്ടകം ഉണ്ടാക്കി അതിനകത്ത് ജീവജാലങ്ങളെ, സകലതിനെ, ഇഴജന്തുക്കളെ എല്ലാത്തിനെയും കയറ്റണം. കയറുന്നവർ കയറട്ടെ, അല്ലാത്തവർ കയറണ്ട. വേണ്ടതെല്ലാം അതിനകത്ത് കയറി. ആമീൻ. അതിന്റെ വാതിൽ ദൈവം അടച്ചു. 40 പകലും 40 രാത്രിയും മഴ പെയ്യുന്നു നോഹയോട് ദൈവം പറഞ്ഞപ്പോൾ, ദേശത്ത് മഴയുണ്ടാകാൻ പറഞ്ഞപ്പോൾ ഇത് വിളിച്ചു പറഞ്ഞ നോഹയെ ആരും ശ്രദ്ധിച്ചില്ല. ഇത് വിളിച്ച നോഹയുടെ കാര്യം ആരും കേട്ടില്ല. എന്നാൽ ഇന്ന് കേട്ടവർ അതിനുള്ളിൽ കയറി ആ കഥ കടച്ചു. മഴ തുടങ്ങി. 40 പകലും 40 രാത്രിയും മഴ പെയ്തു. മുങ്ങി, പർവ്വതങ്ങൾ മുങ്ങി, കുന്നുകൾ മുങ്ങി. ആമീൻ. ഹല്ലേലൂയ. ഒന്നും കാണാൻ വയ്യാത്ത അവസ്ഥയിലായി. ഇന്ന് പകൽക്കാലം ഇതാ ഹല്ലേലൂയ പെട്ടകം ഒഴുകാൻ തുടങ്ങി. ആമീൻ. ഹല്ലേലൂയ. നോഹയ്ക്ക് അറിയത്തില്ല ഈ പെട്ടകം എവിടെ ചെന്ന് നിൽക്കുമെന്ന്. നോഹയ്ക്കൊരു രൂപമില്ല ഇതെങ്ങനെയായി തീരുമെന്ന്. സർവശക്തനായ ദൈവം നോഹയുടെ പെട്ടകത്തെ ഒരുക്കുവാൻ, അല്ലെങ്കിൽ നിർത്തുവാൻ, അതിനെ ഉറപ്പിപ്പാൻ ദൈവം ഒരു ഹല്ലേലൂയ പർവ്വതം കണ്ടുവച്ചിരുന്നു. എന്നാൽ ഇത് കാലം ഒഴുകി നടന്ന പെട്ടകത്തെ ആമീൻ. ഹല്ലേലൂയ. നോഹ ഭയപ്പെട്ടു. എല്ലാവരും ഭയപ്പെട്ട് എന്തായി തീരുമെന്ന്. നോഹ സംശയത്താൽ പ്രാവിനെ പറത്തി, കാക്കയെ പറത്തി. എന്നാൽ ഒന്ന് ചില തിരിച്ചു വന്ന ലാസ്റ്റിൽ ഹല്ലേലൂയ അവസാനമായ ഇലയുമായി ഒരു പക്ഷി കടന്നു വന്നപ്പോഴാണ് സമാധാനം തോന്നിയത്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ മക്കളെ കേൾക്കുന്ന ഒരു കാര്യം നിങ്ങൾ വിശ്വസിക്കണം. ഇന്ന് പകൽക്കാലം യേശു ആരെന്നും
ദൈവമായിരുന്നു, എന്റെ കർത്താവായിരുന്നു വരണമെങ്കിൽ ആമീൻ നോഹയുടെ പെട്ടകത്തിൽ കയറിയ പോലെ ഇന്ന് പക്കാലം യഹോവയായ ദൈവത്തിന്റെ പെട്ടകത്തിൽ നീ കയറിയാൽ നിനക്കൊരു വിടുതലുണ്ട്, നിനക്കൊരു സൗഖ്യമുണ്ട്, നിനക്കൊരു ഭാഗ്യമുണ്ട്, നിനക്കൊരു ജീവിതമുണ്ട്. ഇന്ന് പകൽക്കാലം കണ്ടോ, നോഹ ഭയപ്പെട്ടു പോയ സ്ഥാനത്ത് ഇതാ അരാരത്ത് പർവ്വതത്തിന് മുകളിൽ നോഹയുടെ പെട്ടകത്തെ ദൈവം ഉറപ്പിച്ചതുപോലെ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പതില് ചിതിനെ ഉറപ്പിപ്പാൻ ഇന്ന് പകൽക്കാലം സ്വർഗം ഇറങ്ങി വന്നിട്ടുണ്ട്. നീ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നെങ്കിൽ, ഏൽപ്പിച്ചുകൊണ്ട് കരയുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ സ്വർഗം ഇളക്കിക്കൊണ്ടുവരും. ദൈവമാരെന്ന് നമ്മളൊക്കെ അറിയും. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, എന്റെ ദേശത്ത് ദൈവസഭ തുടങ്ങി. ആമീൻ ആമീൻ, ഹല്ലേലൂയ. ഞങ്ങൾ ദൈവസഭ തുടങ്ങി, എന്റെ ഒപ്പം തുടങ്ങി കഴിഞ്ഞ് അല്ലയോ നോക്കണമേ, ഹല്ലേലൂയ. അവിടെ ദേശക്കാര് ഏകദേശം 60 പേരോളം എന്റെ ദൈവത്തെ അറിയുവാൻ ഇടയായി. ഇന്ന് പാർക്കാൻ വലിയ അറിയപ്പെടുന്ന ദൈവസഭയാണ് സിക്കം. കർത്താവിനെ വിട്ട് ഒരു രക്ഷയും ഇനി ഉണ്ടാകത്തില്ല. യേശു അല്ലാതെ രക്ഷകളില്ല. യേശുവിനെ മാത്രം വിടും. അവന്റെ മുഖത്തേക്ക് നോക്കിയാൽ ഇന്ന് പകൽക്കാലം വലിയ വിടുതൽ തരും. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഈ പകൽക്കാലം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ബാക്കി സാക്ഷ്യങ്ങൾ ഞാൻ വലിയൊരു സമയത്ത് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ സമയം ആയിരിക്കുന്നു. അതുകൊണ്ട് ഈ സാക്ഷ്യം ഇപ്പോൾ ഇവിടെ കൊണ്ട് നിർത്തുന്നു. അടുത്ത എപ്പിസോഡ് നമുക്ക് ഇനിയൊരു സമയത്ത് കേൾക്കാൻ ഇടയാകും. അതിന് എല്ലാവരും പ്രാർത്ഥിക്കണം. എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. എന്റെ പേരൊക്കെ അറിയാവുന്ന ഒരാളാണ്. എന്നെ കുടുംബത്തിൽ പ്രാർത്ഥിക്കണം. ദേശം വിട്ട് ഇറങ്ങിപ്പോരുവാൻ ഇടയായി. അതൊക്കെ പിന്നെ പറയാൻ സാക്ഷ്യങ്ങള്. അല്ലയ്യ, ഇവിടെ ദേശത്ത് വന്നതും ചുമ്മാ വന്നല്ല, ദൈവം കാണിച്ച വീട്ടിലാണ് ഞാൻ കടന്നു വന്നത്. ആമീൻ ആമീൻ. അതൊക്കെ പിന്നെ അറിയാൻ വയ്യാത്ത ദേശത്ത് നിന്നെ കൊണ്ട് ഞാൻ ഇറക്കും. ആമീൻ ആമീൻ. എന്നോട് ദൈവത്തിന്റെ ദിവാസം പറഞ്ഞതാ. അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്ക. ഇന്ന് പകൽക്കാലം ആമീൻ ആമീൻ. അറിയാൻ ദേശത്ത് നിന്നെ കൊണ്ട് ഞാൻ ഇറക്കും. ആമീൻ ആമീൻ. നിന്റെ ചാർച്ചക്കാരോ, നിന്റെ ബന്ധുക്കാരോ, നിന്നോട് സഹോദരന്മാരോ, പുരോഹിതന്മാരോ, നിന്റെ രക്തബന്ധങ്ങളോ ആരുമല്ല. നിനക്ക് വേണ്ടി ഞാൻ ദേശത്ത് ജാതികളെ കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. അവരെ കൊണ്ട് നിന്നെ ഞാൻ പോറ്റും. ദേശത്ത് വിശ്വസിയായിരിക്കുക. ദേശത്ത് ക്ഷാമം വരും, നിനക്കൊരു ക്ഷാമം വരത്തില്ല. അന്നത്തെ പഴം മഞ്ഞ പൊരിച്ചും സഹായിക്കും പറഞ്ഞ ഭക്തം ആ ദൈവത്തിന്റെ വാക്കുകേട്ട് ഇട്ടിരുന്ന തുണിയുമായി ഷർട്ടുമായി ഇറങ്ങിപ്പോന്ന ഞാനും എന്റെ കുടുംബവും. ഹല്ലേലൂയ. ഒരു കട്ടിലോ ഒരു മേശ ഒന്നുമില്ലായിരുന്നു. കിടക്കാൻ ഒരു കമ്പിളിയും കുറെ കാലത്തിൽ ഒരു കുറെ കലവുമായിട്ടാണ് ഞങ്ങൾ ഈ ദേശത്ത് വന്നത്. എന്നാൽ ഇന്ന് പകൽക്കാലം ഇന്ന് ഭവനം ഒഴിച്ചു ബാക്കിയെല്ലാം ദൈവം തന്നിട്ടുണ്ട്. ആരും കളിപ്പിച്ചോ, ആരും പേടിച്ചോ, ആരും കളിയൊക്കെ ഒന്നുമല്ല. ദൈവം തന്നതാണ്. അതെല്ലാം എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഭവനം ആവശ്യമാണ്. ദൈവം പ്രാർത്ഥിച്ചാൽ അത് തരുന്ന ശക്തി ഞാൻ വിശ്വസിക്കുകയാണ്. എന്നെ എന്റെ കുടുംബത്തിൽ പ്രാർത്ഥിക്കണം. ബാക്കി വരുന്ന സാക്ഷ്യങ്ങൾ നാളെ വീണ്ടും നാളെ പറ്റുന്ന സൗകര്യം പോലെ നമുക്ക് കേൾപ്പാൻ ഇടയാകും. എന്നെ പ്രാർത്ഥിക്കുക. നമുക്ക് ഒരുപാട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ രാജാവേ, അനുഗ്രഹമേറിയ കർത്താവേ, ഈ പകൽക്കാലത്തിന് ആശ്രയം ചെയ്യുന്നു. പ്രിയ ദൈവത്തിന്റെ നാമം മാത്രപ്പെടുത്തുവാനും എനിക്ക് സാക്ഷ്യം പറയാനും കർത്താവെ അങ്ങോട്ട് സ്തോത്രം ചെയ്യുന്നു. കേട്ടവർക്കായി സ്തോത്രം. ഇത് അനേകം കേൾക്കണം കർത്താവെ. അനേകം മാനസാന്തരപ്പെട്ട് ദൈവസേനയിൽ മടങ്ങി വരണം കർത്താവെ. വിൽമാര് കടന്നു മറഞ്ഞു വരണം. ഞാൻ മുഴങ്കാലിൽ ഉറപ്പിക്കണം കർത്താവെ. ചില യേശുവിനെ അറിഞ്ഞിട്ട് അറിയാതിരിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട്. അവരുടെ ദൈവത്തിന് പോയി വെളിപ്പെടണമേ കർത്താവെ. വചനം കേട്ടുകൊണ്ട് ഗ്രഹിച്ചിട്ടുണ്ട്, ഏറ്റെടുത്തുകൊണ്ട് തള്ളിക്കളഞ്ഞവരുണ്ട്, അത് വീഴ്ചിട്ടുണ്ട്, അതിനെ എതിർക്കുന്നവരുണ്ട്. അവരൊക്കെ ദൈവങ്ങളെ പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. ഈ പകൽ ദൈവമേ, ഈ വചനം കേൾക്കുമ്പോൾ, ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ കർത്താവ് അനയുടെ ഹൃദയത്തിൽ ഇടപെടണമേ. അനയെ വിളിച്ച് വേർതിരിക്കണമേ കർത്താവ്. സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. ദേവദാസനെ ദാസിക്കായി കുഞ്ഞുങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നു. ദേശമായിട്ട് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതൊക്കെ അനുഗ്രഹിക്കണം, സഹായിക്കണമേ. ദാസി കർത്താവ് ശരിയാസൽ പാരപ്പെട്ട ഭവനത്തിലായിരിക്കുന്നു. കർത്താവ് ഏതെങ്കിലും ദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു വലിയ വിടുതൽ കർത്താവ് സംഭവിക്കണം കർത്താവെ. ഓടി നടന്ന് അങ്ങനെ വേല ചെയ്യാൻ നമ്മളെ വേണ്ടി ഒരുക്കണം, സഹായിക്കണം. സകലം നമ്മളാൽ നിറക്കണം. ദൈവത്തെ സൂക്ഷിക്കണം. എല്ലാവരും അനുഗ്രഹിച്ചാൽ കർത്താവ്. അടിയനെ സമ്പൂർണ്ണമായി ദൈവങ്ങളെ സമർപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളെ ചെയ്യട്ടെ. സകലമാനോ മഹത്വം പൂശമാനോ എല്ലാം ഞാൻ കർത്താവിനെ അർപ്പിക്കുന്നു. പ്രാർത്ഥന ഞാൻ ശ്രദ്ധിക്കുക. സ്വോത്രം എല്ലാം വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമീൻ ആമീൻ. എല്ലാവർക്കായി വന്ദനം അറിയിക്കുന്നു. താങ്ക് യു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയ ശ്രോതാക്കളെ, അനുഗ്രഹീതമായ ഒരു സാക്ഷ്യം നമ്മളെ കേൾപ്പിക്കുവാൻ ഇടയായി. സാക്ഷ്യം എത്ര ദിവസം പറഞ്ഞാലും തീരാത്ത വിധത്തിൽ കർത്താവിന്റെ ദാസന്റെ സാക്ഷ്യങ്ങളുണ്ട്. എന്നാൽ നാളെ തന്നെ ഇതിന്റെ ബാക്കി ഭാഗവും നമ്മൾ കേൾക്കുന്നതായിരിക്കും. കർത്താവ് അതിനെ മുഖാന്തരങ്ങളെ ഒരുക്കുന്നു. ഇന്ന് പകൽക്കാലം ഈ അനേക ജാതികളുടെ നടുവിൽ നിന്ന്, അനേക ദൈവങ്ങളുടെ നടുവിൽ നിന്ന് ജീവനുള്ള ദൈവം ഒരുവനേ ഉള്ളൂ എന്ന് തിരിച്ചറിയുവാൻ തന്റെ കണ്ണുകളെ തുറന്ന ദൈവത്തിന് സ്തോത്രം.
തന്റെ സഹോദരി മകളിലൂടെ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ദൂരെ വിട്ടുപോയ തന്റെ സഹോദരൻ ദൈവദാസനായി മാറി. എത്ര അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളാണ്. ജീവനുള്ള ദൈവം ഇന്ന് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം കർത്താവിന്റെ ദാസനായി കുടുംബത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസനെ നാളെ ഈ സമയം തന്നെ ആമേൻ 2ാം ഭാഗത്തിലേക്ക് കടന്നു വരണമെന്ന് ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, വേലകളെ മാനിക്കട്ടെ, കർത്താവിന്റെ കൂട്ടുദാസിയെയും കുഞ്ഞുങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സാക്ഷ്യം കേൾക്കുന്ന ഓരോരുത്തർക്കും കർത്താവിനെ അനുഗ്രഹമാക്കി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ബൈൻഡപ്പ് ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. നിങ്ങൾ ഈ സാക്ഷ്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുവാൻ മറന്നു പോകരുത്. അനേകർക്ക് ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി മാറുവാൻ ഇടയാകണം. അതിനായിട്ട് കർത്തൃകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.